ഇന്ന് രാത്രിയിലത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം, അതിന് 30-ാം വാക്യം. മറിയ, ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മതി. നാം എല്ലാവരും സ്വതവേ സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ആരും നരകത്തിൽ പോകുവാൻ ഇഷ്ടമുള്ളവരുമല്ല. മതം ഏതുമായിക്കൊള്ളട്ടെ, ജാതി ഏതുമായിക്കൊള്ളട്ടെ, സഭാവിഭാഗം എന്തുമായിക്കൊള്ളട്ടെ, നാം എല്ലാവരും ദൈവവിശ്വാസികളാണ്. നാം എല്ലാവരും ഈശ്വര വിശ്വാസികളാണ്. ഇതിനപ്പുറത്ത് ഒരു ശക്തിയുണ്ട്, വ്യക്തിയുണ്ട്, ഒരു പടച്ചവനുണ്ട്, ഒരു ജഗദീശ്വരനുണ്ട് എന്ന് നാം എല്ലാവരും അഹമഹിയ അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ പിന്നെ ഈ സുവിശേഷ യോഗത്തിന് എന്താ ഒരു പ്രസക്തി? എന്തുകൊണ്ട് ഇവിടെ വീണ്ടും വീണ്ടും ഈ സുവിശേഷം പ്രഖ്യാപിക്കപ്പെടേണ്ടി വരുന്നു? നമ്മുടെ വാക്യം മറക്കരുത്. മറിയോട് ദൂതൻ വന്ന് പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. മറിയ പുരുഷനെ കൂടാതെ ഗർഭവതിയാകുക, പിന്നെ അവൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അവൾക്ക് തന്നെ എന്ത് ചെയ്യാം? അവൾ പ്രസവിക്കുന്ന മകന് പേരിടാം. മറ്റാർക്കും അതിന്മേൽ ഒരവകാശം ഉന്നയിക്കുവാനില്ല. എന്നിട്ടും മറിയോട് ദൂതൻ പറയുക, മറിയേ, നിനക്കിഷ്ടമുള്ള പേരിടാൻ ഒക്കുകയില്ല, നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. യേശു, യോശുവ, യഹോശുവ തുടങ്ങിയ പേരുകളുടെ എല്ലാം അർത്ഥം മറ്റൊന്നുമല്ല, രക്ഷിക്കുന്ന ദൈവം, രക്ഷകനായ ദൈവം എന്നേ ഉള്ളൂ. എനിഹൗ, മറിയോട് ഇങ്ങനെ ദൂതൻ നിഷ്കർഷിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മോട് ദൈവം എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? നിശ്ചയമായിട്ടുമുണ്ട്. ഇവിടെ ഈ സുവിശേഷ യോഗത്തിന് പ്രസക്തി വന്നത് അവിടെയാണ്. നമ്മുടെ മസ്തിഷ്കത്തിൽ ഗർഭം ധരിക്കുന്ന ഒരു ദൈവാസ്തിത്വ ബോധമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, എൻ്റെ കേൾവിക്കാരെല്ലാവരും ഇതിനപ്പുറത്തൊരു വ്യക്തിയുണ്ട്, ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ, സ്വർഗത്തിൽ പോകുവാൻ അങ്ങേയറ്റം താല്പര്യമുള്ളവരായിരിക്കുമ്പോൾ തന്നെ, നരകത്തിൽ പോകുവാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവരായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ തമ്മിൽ എങ്ങനെ വ്യത്യസ്തരായത്? ഇവിടെ ആറാമട നിവാസികളായ, തൃക്കണ്ണാപുരം നിവാസികളായ നമ്മൾ തമ്മിൽ വ്യത്യസ്തരായത് എവിടെയാ? വിഷയം ഇത്രയേ ഉള്ളൂ, നമ്മൾ നമ്മുടെ ദൈവത്തിനിട്ട പേരുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരായത്. എല്ലാവരും യേശു എന്ന് വിളിക്കുന്നില്ല. അവരുടെ ദൈവത്തെ അവരുടെ മസ്തിഷ്കത്തിൽ, അവരുടെ ചിന്താധാരയിൽ, അവരുടെ ബുദ്ധിമൂശിയിൽ ഉരുത്തിരിയുന്ന ദൈവമെന്ന അവബോധം, ആ ദൈവമെന്ന അസ്തിത്വം, ആ വ്യക്തിക്ക്, ശക്തിക്ക് എന്ത് പേര് വിളിക്കുന്നില്ല? എല്ലാവരും യേശു എന്ന് പേർ വിളിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്നിവിടെ വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നത്. അപ്പോൾ ന്യായമായൊരു ചോദ്യം എൻ്റെ നേർക്ക് വരുന്നുണ്ട്, എനിക്കറിയാം. ഒരാൾക്കൊരു പേരേ ആകാവോ? ഇപ്പം തന്നെ നിങ്ങൾ എന്നെ അറിയുന്ന പേര് ജെയിംസ് ജോർജ് എന്ന, എൻ്റെ വീട്ടിൽ എന്നെ വിളിക്കുന്ന ഓമന പേര് സജി എന്ന, എൻ്റെ വിദ്യാർത്ഥികൾ എന്നെ വിളിക്കുന്നത് സാറേ എന്ന, എൻ്റെ വിശ്വാസികൾ എന്നെ വിളിക്കുന്നത് പാസ്റ്റർ എന്ന, എൻ്റെ ജ്യേഷ്ഠൻ എന്നെ വിളിക്കുന്ന എഡാന്ന, എൻ്റെ ഭാര്യ എന്നെ വിളിക്കുന്ന സൈച്ച എന്ന. പേരെത്രായി? ആളൊന്നല്ലേ. ഏതു പേരിൽ വിളിച്ചാൽ എന്നാ ആളൊന്നല്ലേ? ന്യായമായ സംശയമാണ്, ചോദ്യമാണ്. എനിക്കും അവിടെ നിന്ന് തന്നെ തുടങ്ങാനാണ് തോന്നുന്നത്. തിരിച്ച് ഞാനും ചോദിക്കുന്നു, ഇവിടെ നമ്മൾ പല പേരിൽ വിളിച്ചപ്പോൾ ഒരേയാളെയാണോ വിളിക്കുന്നേ? പല പേരിൽ വിളിച്ചാലും ആളൊന്നാണെങ്കിൽ അത് തെളിയിക്കപ്പെടും. എങ്ങനെ? സ്വഭാവം കൊണ്ട്. ഇവിടെ പല പേരിൽ വിളിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ?
നമ്മൾ വിളിച്ച ആളിൻ്റെ സ്വഭാവവും മാറി. ഒരു ശക്തി, ഒരു വ്യക്തി ശിഷ്ടന്മാരെ രക്ഷിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വന്നെന്നാ പറയുന്നത്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന, ബൈബിൾ പ്രഘോഷിക്കുന്ന യേശു ക്രിസ്തു ശിഷ്ടനെയും ദുഷ്ടനെയും രക്ഷിക്കാനാണ് വന്നത്. ഈ സത്യവേദ പുസ്തകം പ്രതിപാദിക്കുന്ന ദൈവം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു, ആ ദൈവം തിരുവചനത്തിലൂടെ നമ്മോട് ഉദ്ബോധിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ്, ആദ്യ കൽപ്പനയിൽ തന്നെ അത് പെട്ടിരിക്കുകയാണ്, ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്, യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ വെള്ളത്തിലുള്ള യാതൊന്നിൻ്റെയും പ്രതിമയരുത്, അവയെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ അരുത്. പുതിയ നിയമത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വിഗ്രഹാരാധികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. വെളിപ്പാട് പുസ്തകം, വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകം, അതിനകത്ത് എഴുതിയിരിക്കുന്നു, ബിംബാരാധികൾ തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ പോകും. ഇനി പറ, ആളൊന്നാണോ? ഇവിടെ പല പേരിൽ നാം നമ്മുടെ ദൈവത്തെ, നമ്മുടെ സൃഷ്ടികർത്താവിനെ, പടച്ചവനെ, ജഗദീശ്വരനെ വിളിച്ചപ്പോൾ വിഷയം എന്തു പറ്റിയെന്നറിയാമോ? ഈ ആളുകളുടെ സ്വഭാവവും മാറി. ചില ദൈവങ്ങൾക്ക് ഒന്നാന്തരം അസഭ്യവും പുലഭ്യവുമാണ് കേൾക്കേണ്ടത്. അങ്ങനെയുള്ളൊരു സ്ഥലം നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടല്ലോ. ഞാൻ മലബാറിൽ കുറച്ച് നാൾ പ്രവർത്തിച്ചത്. അവിടെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് പഥ്യം നിവേദ്യമായി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഭക്തജനങ്ങൾ അർപ്പിക്കുന്നത് മദ്യമാണ്. എന്നാൽ എൻ്റെ പുസ്തകം ബൈബിൾ പറയുന്നു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ലെന്ന്. അപ്പോൾ പറ, ആളൊന്നാണോ? ഇവിടെ എന്തുകൊണ്ട് സുവിശേഷം വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു? പ്രിയ സ്നേഹിതരെ, കാരണം ഇത്രയേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു അറിവുണ്ട് വലിയൊരു പങ്കാളികൾക്ക്, പക്ഷെ എന്തില്ല? അനുഭവമില്ല. അറിവ് നമ്മളെ എങ്ങും കൊണ്ടെത്തിക്കത്തില്ല കേട്ടോ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ വെളിച്ചത്തിൽ ഒരു അനുഭവം നമുക്ക് ആവശ്യമായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് റിയാദിൽ ലാൻഡ് ചെയ്യുന്നു എന്ന് കരുതുക. ഇബ്ലീസ് തൊട്ടിട്ടില്ലാത്ത ഈസാ നബി അവർക്കും ഇഷ്ടമാണ്. ഗംഭീര സ്വീകരണം അവിടെ കിട്ടും യേശു ക്രിസ്തുവിന്. പക്ഷെ അതുകൊണ്ട് അവരാരാകുന്നില്ല? ദൈവമക്കളാകുന്നില്ല, ക്രിസ്ത്യാനികളാകുന്നില്ല കേട്ടോ. ഇഷ്ടമാ, ഈസാ നബിയെ ഇഷ്ടമാ, പക്ഷെ അതുകൊണ്ട് ആരായില്ല? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിൻ്റെ പാപ പരിഹാര ബലിയിൽ വിശ്വസിച്ച് ദൈവമക്കളാകുവാൻ അവിടെ ഉള്ള ആ പ്രത്യേക കൂട്ടർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അനുവാദമില്ല. നമുക്കറിയാം, മറ്റ് മതസ്ഥർക്ക് ആരാധനാ സ്വാതന്ത്ര്യം പോലും ആ രാജ്യത്ത് നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ഏതു പേരിൽ വിളിച്ചാൽ എന്നെ ആളൊന്നല്ലേ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്, ആളൊന്നല്ല. ഇവിടെ പല പേരിൽ വിളിച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ആ വ്യക്തിത്വം പ്രതിനിധാനം ചെയ്യുന്ന വേദശാസ്ത്രം, ആ വ്യക്തിത്വം പ്രതിനിധാനം ചെയ്യുന്ന കൽപ്പനകൾ, ആ വ്യക്തിത്വം, ആ ദൈവം പ്രതിനിധാനം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മോട് ആവശ്യപ്പെടുന്ന ആജ്ഞകൾ വ്യത്യസ്തമായി പോയി. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ പ്രഘോഷിക്കപ്പെടേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്. അപ്പൊ ചിലർ ന്യായമായി മറ്റൊരു ചോദ്യം എന്നോട് ചോദിക്കും. എനിക്കറിയാം, ചോദിച്ചിട്ടുണ്ട്, അനുഭവത്തിൽ എന്നാ പറയുന്നു. ആകട്ടെ, ഞാൻ യേശുവെ നിന്നെ വരെ വിളിച്ചിട്ടില്ല എൻ്റെ ദൈവത്തെ, ഞാൻ വിളിച്ചത് മറ്റൊരു പേരാ, എന്നിട്ട് എൻ്റെ കാര്യമെല്ലാം നടന്നല്ലോ. ഞാൻ വളരെ ബുദ്ധിമുട്ടിലായി. ഞാൻ 3 വ്യാഴാഴ്ച, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക സ്ഥലത്ത് പോയി കാണിക്കയിട്ടു, മെഴുകുതിരി കത്തിച്ചു, അല്ലെങ്കിൽ നേർച്ച കഴിച്ചു. എൻ്റെ ആവശ്യം സാധിച്ചു കിട്ടി. മുടങ്ങിക്കിടന്നതാ എൻ്റെ പ്രൊമോഷൻ. വിവാഹം നടക്കാതെ ഞാൻ വളരെ ഭാരപ്പെടുകയായിരുന്നു. എൻ്റെ കുഞ്ഞ് പാസ്സാകുന്ന കാര്യത്തിൽ വളരെ സന്ദേഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ യേശുവല്ല, മറ്റൊരാളോടാ പ്രാർത്ഥിച്ച്, കാര്യം നടന്നു, ജയിച്ചു, വിവാഹം നടന്നു.
മാത്രമല്ല എൻ്റെ അയൽവാസി അവൻ ഇച്ചിരി വിളച്ചിലുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ കാര്യം അങ്ങോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്തു. അവൻ്റെ കാര്യവും ശരിപ്പെടുത്തി കിട്ടി. അവൻ തളർന്ന് കിടക്കുക. കൊല്ലം 14 സ്നേഹിതരെ, നമ്മൾ ആഗ്രഹിച്ച കാര്യം, നമ്മൾ ചോദിച്ച കാര്യം, നമ്മൾ പ്രാർത്ഥിച്ച കാര്യം അത് നടന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ വിളിച്ച ദൈവം ദൈവമാകുമോ? എല്ലാവരും ഇവിടെ ഉണ്ടേ? ദൈവത്തെ ദൈവമാക്കുന്ന ഘടകം എന്താ? നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നതാണോ? നമ്മൾ ഉദ്ദേശിച്ച കാര്യം, ഉദ്ദിഷ്ട കാര്യ സാധ്യം സംഭവിച്ചു എന്നുള്ളതാണോ ദൈവത്തെ ദൈവമാക്കുന്ന ഘടകം? അല്ല സ്നേഹിതരെ, ദൈവം കഴിഞ്ഞാൽ അടുത്ത വലിയ ശക്തി പിശാചും നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരും കേട്ടോ. എന്നാൽ പിശാചിന്റെ അജണ്ടയിൽ നമ്പർ 1 കാര്യം എന്താണെന്നറിയാമോ? ജീവനുള്ള ഏകസത്യ ദൈവമായ യേശുക്രിസ്തുവിനെ ആരും അറിയരുത്, വിശ്വസിക്കരുത്, അനുസരിക്കരുത്. അതുകൊണ്ട് തന്നെ മനുഷ്യകുലത്തെ ഏദൻ പൂങ്കാവനത്തിൽ വഞ്ചിച്ച അതേ വ്യാപാരം ഇന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ജീവനുള്ള ദൈവത്തെ, രക്ഷകനായ ദൈവത്തെ, നമ്മളെ ഉദ്ധരിക്കുന്ന ദൈവത്തിങ്കിൽ നിന്ന് ജനശ്രദ്ധ മാറ്റുവാൻ, ജനത്തെ അകറ്റുവാനുള്ള സമസ്ത തന്ത്രങ്ങളും അവൻ ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. നാം നമ്മുടെ കേൾവിക്കാരായി എല്ലാവരും തന്നെ ഇന്ന് രാത്രി ശോധന ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ: ഞാൻ വിളിക്കുന്ന ദൈവം ദൈവമോ? ഞാൻ വിശ്വസിക്കുന്ന ദൈവം ദൈവമോ? നിങ്ങളുടെ മുമ്പിൽ 2 കടകളെ ഞാൻ കൊണ്ടുവരിക. ഒന്ന് സ്വർണ്ണക്കട, മറ്റൊന്ന് സ്വർണ്ണ പണയത്തിന്മേൽ പണം കടം കൊടുക്കുന്ന കട. രണ്ടിടത്തും സ്വർണ്ണമാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളുടെ മുഖത്ത് വളരെ ബുദ്ധിമുട്ടി. അപ്പൻ സഹായിക്കുന്നില്ല, സഹോദരങ്ങൾ സഹായിക്കുന്നില്ല, വിദേശത്തുള്ള ബന്ധുജനങ്ങൾ സഹായിക്കുന്നില്ല, നാട്ടിലുള്ള അതിധനാഢ്യനായ വ്യക്തി സഹായിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ആരും സഹായിക്കുവാനില്ലാത്ത വിധം അദ്ദേഹം ബുദ്ധിമുട്ടിലായി, ഞെരുക്കത്തിലായി, വളരെ താഴ്ച അനുഭവിക്കുക. ആ സമയത്ത് ഭാര്യയോട് പറഞ്ഞു, പിന്നെ പൊന്നെ, എന്നെ ആരും തുണയ്ക്കുവാനില്ല, ഒരു കാര്യം ചെയ്യാം, ഒരു ഉപകാരം ചെയ്യാമോ? നിൻ്റെ ആ സ്വർണ്ണം ഒന്ന് താൻ, ഞാൻ കൊണ്ടുപോയി പണയം വെക്കട്ടെ. അയ്യോ, അച്ചായൻ്റെ ദുഃഖം എൻ്റെയും ദുഃഖമാണ്, കൊണ്ടുപോകുന്നു പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടുപോയി പണയം വെച്ചു. 2000-ൻ്റെ 100 നോട്ടുമായിട്ട് അദ്ദേഹം മടങ്ങി വന്നു. 2000 ഇപ്പോൾ ഉണ്ടോ? നോട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? ഓക്കെ. വീട്ടിലെത്തിയ ഉടനെ ഭാര്യ ചോദിക്കുക, അച്ഛാ ഇന്നത്തെ പത്രം വായിച്ചോ? എന്ത് പറ്റി? നമ്മുടെ ആരെങ്കിലും മരിച്ചോ? അല്ല, പത്രം വായിച്ചോ? ഇല്ല. പത്രം എടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ ഹെഡ്ലൈൻസ് എന്തുവാ? 2000-ൻ്റെ സകല നോട്ടും റിസർവ് ബാങ്ക് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് 2000-ൻ്റെ നോട്ട്. പെട്ടെന്ന് സ്കൂട്ടർ സ്റ്റാർട്ടാക്കി ഓടി പണയക്കടക്കാരൻ്റെ അടുക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഹലോ, താങ്കൾ അറിഞ്ഞില്ലേ ഈ നോട്ട് ക്യാൻസലായി? ഇത് വെച്ചിട്ട് എൻ്റെ സ്വർണം താല്ലേ വേറെ വിലയുള്ള നോട്ടുതാ. പണയക്കടക്കാരൻ പറഞ്ഞു, എടോ, താങ്കൾക്കത് തന്നപ്പോൾ അതിന് വിലയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് താൻ അതും കൊണ്ട് ഓടിയത്. ഇനിയിപ്പോൾ സ്വർണം വേണമെങ്കിൽ വേറെ വിലയുള്ള നോട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞു. അപ്പൻ സഹായിക്കാത്തപ്പോൾ, അമ്മാച്ചൻ സഹായിക്കാത്തപ്പോൾ, ഉപ്പാപ്പൻ സഹായിക്കാത്തപ്പോൾ, ആരും സഹായിക്കാതിരുന്നപ്പോൾ പണയക്കടക്കാരൻ സഹായിച്ചു. പക്ഷെ എന്തോ തന്നാ സഹായിച്ചത്? ഏത് സമയം മൂല്യമില്ലാതായി തീരാവുന്ന, വിലയില്ലാതായി തീരാവുന്ന നോട്ട് തന്നാണ് പണയക്കടക്കാരൻ സഹായിച്ചത്. ഇതുപോലെ ആ പിശാച്, ദൈവത്തിൻ്റെ എതിർശക്തി, നിന്നെ സഹായിക്കും. പക്ഷെ എന്ത് തന്നാ സഹായിക്കുന്നത്? മരണത്തിനിപ്പുറം മാത്രം വിലയുള്ള, ഏത് സമയം വിലയില്ലാതായി തീരാവുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നവൻ നിന്നെ സഹായിക്കുന്നു. എന്നാൽ മറ്റൊരു കടയുണ്ട് കേട്ടോ, സ്വർണ്ണക്കട. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ നോട്ട് കൊണ്ട് കൊടുക്കുക. അത് മുഷിഞ്ഞ നോട്ടുണ്ട്, കീറിയ നോട്ടുണ്ട് കേട്ടോ. ഇന്ന് ആ നോട്ടിന് എന്ത് വിലയുണ്ടോ അത് 10 കൊല്ലം കഴിയുമ്പോൾ ഇല്ലതാനും. പക്ഷേ അതങ്ങോട്ട് വരവ് വെച്ചിട്ട് സ്വർണ്ണക്കടക്കാരെ എന്താ തരുന്നത്? സ്വർണ്ണമാ തരുന്നത്. ഏത് റിസർവ് ബാങ്ക് എവിടെ എന്തോ പ്രഖ്യാപനം ചെയ്തെന്ന് പറഞ്ഞാലും, നോട്ടിന് എത്ര വില ഇടിഞ്ഞെന്ന് പറഞ്ഞാലും, ഈ കയ്യിൽ കിട്ടിയ സ്വർണത്തിന് എന്തുണ്ട്? വിലയുണ്ട്. ദിവസങ്ങൾ കഴിയും തോറും മൂല്യം വർദ്ധിക്കുകയാണ്. ഇതാരാന്നറിയാമോ? നമ്മുടെ കർത്താവാ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരുന്നത്
ഇവിടം കൊണ്ട് മാത്രം തീരുന്നതല്ല കേട്ടോ. രോഗശാന്തി കർത്താവ് തരും, ഭൂതശാന്തി ദൈവം തരും കേട്ടോ, വിടുതൽ ദൈവം നമുക്ക് തരും, ഒക്കെ ശരിയാ. പക്ഷേ അതും മാത്രമല്ല നമ്മുടെ കർത്താവ് തരുന്നത്. മറ്റാരും തരാത്ത ആത്മരക്ഷ, പുത്രത്വം, സ്വർഗരാജ്യ പ്രവേശനം, പാപമോചനം, ഹല്ലേലൂയ, നിലനിൽക്കുന്ന വിലയുള്ള കഥയുള്ളത് തന്ന യേശു നമ്മെ സഹായിക്കുന്നത്. ആ ദിവ്യഭാഗ്യത്തിന് ഉടമകളായവർ കരമേ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയ സ്നേഹിതരെ, ഇന്ന് രാത്രി ശോധന ചെയ്യുക. നാം വിശ്വസിക്കുന്ന ദൈവം ദൈവമോ? നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ദൈവമോ? അതോ ദൈവത്തിൻ്റെ എതിർശക്തി നമ്മെ വഞ്ചിക്കുകയാണോ എന്ന്? ദൈവപുത്രനായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിന് ഇടമൊരുക്കുവാൻ ഒരു ഉദരം മറിയ നൽകുമ്പോൾ മറിയോട് ദൂതൻ പറഞ്ഞത് നമ്മോടും പ്രസക്തമാ, നമുക്കും പ്രസക്തമാ. എന്താ? നമുക്ക് മസ്തിഷ്കത്തിലാ ഗർഭം ധരിക്കുന്നത്, നമ്മുടെ ഉദരത്തിലല്ല. ആ ദൈവത്തിന് യേശു എന്ന് പേർ വിളിക്കണം. ഓക്കെ, നിങ്ങളുടെ ദൈവമാ, ആയിക്കോട്ടെ, നിങ്ങൾ വിളിച്ചു, ഇനി ഞങ്ങൾ തന്നെ വേണം. അവരവർക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ അവരവരുടെ ദൈവത്തെ എന്തു പേരിലും വിളിക്കാൻ. നിങ്ങൾ വിളിച്ചോന്നേ എന്ന് പറയുന്നവരും കണ്ടേക്കാം. വെറുതെ വിളിക്കണ്ട യേശുവിനെ കേട്ടോ, വെറുതെ യേശുവിനെ ദൈവമാക്കണ്ട കേട്ടോ. കാര്യമുണ്ട്, കാരണമുണ്ട്. വെറുതെ യേശുവിനെ ദൈവമാക്കണ്ട. ലോകവ്യാപകമായി നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ദൈവങ്ങളെന്നും ദൈവപ്രതിനിധികളെന്നും ദൈവ അവതാരങ്ങളെന്നും അവകാശപ്പെടുന്നവർ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന അവതാരങ്ങളുണ്ട്. സഹസ്ര കുടീരങ്ങൾ വെച്ച് കൊടുക്കുന്ന മനുഷ്യസ്നേഹികളായ, ഏവർക്കും പ്രിയങ്കരായ ദൈവങ്ങൾ, മനുഷ്യ ദൈവങ്ങൾ വരെ ഇവിടെയുണ്ട്. പക്ഷേ അവരുടെ എല്ലാം പ്രത്യേകത എന്താ സ്നേഹിതരെ? അവരെല്ലാം ഈ പറയുന്ന സകലരും ആരാ? സ്ത്രീ പുരുഷ സമ്പർക്കത്താൽ ഭൂമിയിൽ ജാതരായവരാ. എന്നാൽ എൻ്റെ യേശു അങ്ങനല്ല കേട്ടോ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ആരാണ്? പരിശുദ്ധാത്മാവിൽ കന്യകയിൽ ഉൽപ്പാദിതനായവനാണ്. വെറുതെ യേശുവിനെ ദൈവമാക്കണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ യേശുവിൽ എന്തില്ല? ജന്മപാപമില്ല. ജന്മപാപം എന്താ? മനുഷ്യകുലത്തിൽ പിറന്നു പോയത് കൊണ്ട് നമ്മൾ അറിയാതെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പാപമാ ജന്മപാപം. ഇനി യേശു തന്നിൽ എന്തില്ല? കർമ്മപാപവുമില്ല. യേശു എന്തു പറഞ്ഞു? നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താമോ? വെല്ലുവിളിച്ച് ചോദിച്ചു. ഉണ്ടോ ഇതുപോലൊരു അവതാര പുരുഷൻ? ഉണ്ടോ ഇതുപോലൊരു ദൈവപ്രതിനിധി? ഉണ്ടോ ഇതുപോലൊരു പ്രവാചകൻ? നിങ്ങളിൽ ആർക്ക് എൻ്റെ ന്യൂനത, എനിക്ക് ഉള്ള ന്യൂനത ഒന്ന് ചൂണ്ടിക്കാണിപ്പാൻ കഴിയുമോ എന്ന് യേശു വെല്ലുവിളിച്ച് ചോദിച്ചു. വെറുതെ യേശുവിനെ ദൈവമാക്കണ്ട കേട്ടോ. പോരാ, യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ നമുക്കറിയാം, കുരുടർക്ക് കാഴ്ച നൽകി, കുഷ്ഠരോഗികളെ തൊട്ട് ശുദ്ധമാക്കി, മുടന്തരെ നടക്കുമാറാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കേട്ടോ. എൻ്റെ ദൈവം, കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്ന്, ദൈവപുത്രനാണെന്ന് തെളിയിച്ചുകൊണ്ട് അനേക അത്ഭുതങ്ങൾ ചെയ്തു. പോരാ, സ്വർഗത്തിൽ നിന്ന് അശരീരി ഉണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്ന്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. പിതാവായ ദൈവം സാക്ഷി പറഞ്ഞ നല്ല കാര്യം. എന്നാ പിശാചും പറഞ്ഞു കേട്ടോ, ദൈവത്തിൻ്റെ എതിർശക്തിയും പറഞ്ഞു, ദൈവപുത്ര ഞങ്ങളെ ഉപദ്രവിക്കരുതേ എന്ന്. വെറുതെ യേശുവിനെ ദൈവമാക്കണ്ട കേട്ടോ. ഇവയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു അതിദാരുണമായി ഹിംസിക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ഞാനൊന്നും പറയണ്ടായല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തേ യേശു ക്രിസ്തുവിൻ്റെ മരണം തൂക്കിലേറ്റായിരുന്നോ? ആത്മഹത്യയായിരുന്നോ? കൊലപാതകമായിരുന്നോ? എന്തായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മരണം? സ്വാഭാവിക മരണമായിരുന്നോ? അല്ല, അല്ല. എൻ്റെ കർത്താവ് തന്നെ മരണത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞു, ഞാൻ ആടുകളുടെ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കും. പറഞ്ഞത് അക്ഷരം പ്രതി പ്രാവർത്തികമാക്കിക്കൊണ്ട് എൻ്റെ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ മരണം ഏത് മരണമാണെന്നറിയാമോ? പ്രായശ്ചിത്ത ബലിമരണമാണ്. ഞാനും നിങ്ങളും
മരിക്കേണ്ട സ്ഥാനത്ത്, കുലം ഏതുമായിക്കൊള്ളട്ടെ, ജാതി ഏതുമായിക്കൊള്ളട്ടെ, സഭാവിഭാഗം ഏതുമായിക്കൊള്ളട്ടെ, മതം ഏതുമായിക്കൊള്ളട്ടെ, നാം ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തമായി ദൈവപുത്രനായ യേശു ക്രിസ്തു നമുക്ക് പകരമായി മരിച്ചു. സ്നേഹിതരെ, വെറുതെ യേശുവിനെ ദൈവമാക്കണ്ട കേട്ടോ. ലോകത്തിൽ ഉണ്ടോ ഇതുപോലൊരാള്? അങ്ങനെ നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി മരിച്ചു എന്നുള്ളതിന് എന്താ തെളിവ്? യേശു ക്രൂശിക്കപ്പെട്ടോ? യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് 12-ലധികം യേശുമാര് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ യേശു ക്രിസ്തു ഇതിലേതാ? ആരാ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയത്? ന്യായമായ ചോദ്യമാ. ഒട്ടും പ്രയാസപ്പെടണ്ട. 12,000 10,000 യേശുമാര് ക്രൂശിക്കപ്പെട്ടോട്ടെ, പക്ഷേ ഉയർത്തെഴുന്നേറ്റത് ഒരാളേ ഉള്ളൂ. മരിച്ചവരിൽ നിന്ന് 3-ാം ദിവസം ശക്തിയോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എന്തുകൊണ്ട്? യേശു താൻ തന്നെ അവകാശപ്പെട്ടു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. വെറുതെ യേശുവിനെ ദൈവമാക്കണ്ട കേട്ടോ. എൻ്റെ പ്രിയ കൂടപ്പിറപ്പേ, എൻ്റെ സഹജീവിയെ, എൻ്റെ പ്രിയ സഹോദര സഹോദരി, മതം ഏതുമായിക്കൊള്ളട്ടെ, സഭാവിഭാഗം ഏതുമായിക്കൊള്ളട്ടെ, ജാതി ഏതുമായിക്കൊള്ളട്ടെ, ജീവനുള്ള ദൈവം മനുഷ്യനായി അവതരിച്ച് നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായി മരിച്ച് ഉയർത്തെഴുന്നേറ്റവൻ ഒരുവനേ ഉള്ളൂ. അവന്റെ നാമമാണ് യേശു ക്രിസ്തു. വെറുതെ യേശുവിനെ ദൈവമാക്കണ്ട, വെറുതെ യേശുവിനെ കർത്താവാക്കണ്ട കേട്ടോ. പോരാ, നമ്മുടെ കർത്താവ് 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷരായി സ്വർഗാരോഹണവും ചെയ്തു കേട്ടോ. സ്വർഗാരോഹണം ചെയ്ത സമയത്ത് ദൂതന്മാർ ഇറങ്ങി വന്ന് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്ന്. യേശുവും പറഞ്ഞെന്നേ, ദൂതന്മാർ മാത്രമല്ല. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. യേശുക്രിസ്തു മാത്രമല്ല, ദൂതന്മാർ മാത്രമല്ല. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറഞ്ഞു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവോട് കൂടെ ആയിരിക്കുമെന്ന്. സ്നേഹിത, സുഹൃത്തെ, കൂടപ്പിറപ്പേ, പേര് ബാലകൃഷ്ണൻ ആയിക്കൊള്ളട്ടെ, അംബിക ആയിക്കൊള്ളട്ടെ, ഐഷ്യ ആയിക്കൊള്ളട്ടെ, പാർവതി ആയിക്കൊള്ളട്ടെ, ബഷീർ ആയിക്കൊള്ളട്ടെ, ജോർജ് കുട്ടിയും യേശുദാസനും ആയിക്കൊള്ളട്ടെ, രക്ഷിക്കുന്നവൻ ഒരുവനേ ഉള്ളൂ. അവന്റെ നാമമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ വചന ശക്തിയുക്തം നമ്മോട് പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. വേദങ്ങൾ, വേദാന്തങ്ങളൊക്കെ അരച്ചു കലക്കി കുടിച്ച് അതിൽ പ്രാവീണ്യം നേടി ഇവർ കണ്ടേക്കും. നിങ്ങളുടെ അറിവ് നല്ലത് തന്നെ, പാണ്ഡിത്യം നല്ലത് തന്നെ, പക്ഷേ രക്ഷിക്കുവാൻ ഒരുവനെ വന്നുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. മതപുരോഹിതന്മാരായി, മതപണ്ഡിതന്മാരായി, ആധ്യാത്മിക നേതാക്കന്മാരായി നമുക്ക് ചുറ്റും നമ്മുടെ തലമുറയിൽ അനുഗ്രഹീതരായ ഗുരുക്കന്മാരുണ്ട്. നല്ല കാര്യം തന്നെ. പക്ഷേ ഓർക്കണമേ, അവരെല്ലാവരും ആരാന്നറിയാമോ? ഈ അവതാരങ്ങൾ എന്ന് പറയുന്നവർ ആരാണെന്നറിയാമോ? ഈ പുണ്യാത്മാക്കൾ എന്ന് പറയുന്നവർ ആരാണെന്നറിയാമോ? ആരാണെന്നറിയാമോ? അവരൊക്കെ ആരാ? മനുഷ്യർ ദൈവങ്ങളാകാൻ ശ്രമിക്കുന്നവരാ. എന്നാൽ ദൈവം മനുഷ്യനായി അവതരിച്ചവൻ ഒരുവനേ ഉള്ളൂ. അവന്റെ നാമമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് പ്രിയ കൂടപ്പിറപ്പേ, നിന്റെ മസ്തിഷ്കത്തിൽ, തലച്ചോറിൽ, ബുദ്ധിമൂശയിൽ, ചിന്താധാരയിൽ ഉരുത്തിരിയുന്ന ദൈവാസ്തിത്വത്തിന് ഇന്ന് രാത്രി പേർ വിളിക്കൂ, യേശു എന്ന്. രക്ഷിക്കുന്നവൻ അവൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അടിസ്ഥാന പ്രശ്നം പാപമാണേ. എന്നാൽ മറ്റൊരു ഗുരുതരമായ പ്രശ്നമുണ്ട്. ഞാൻ ഓർക്കുന്നു, വളരെ വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഡെറാഡൂണിൽ നമ്മുടെ ഒരു സെമിനാരി ഉണ്ട്, ന്യൂ തിയോളജിക്കൽ കോളേജ്. അവിടെ പോയി 1-2 ദിവസം ചെലവഴിച്ചു. ആ കൂട്ടത്തിൽ അതിന് തൊട്ടടുത്തുള്ള ഒരു ബുദ്ധ മൊനാസ്ട്രിയിൽ പോയി. അന്ന് അവിടെ ബുദ്ധമതത്തിൻ്റെ ഭൂമിയിലെ 2ാമത്തെ റാങ്കിലുള്ള ഏറ്റവും വലിയ ഗുരു വന്ന് ക്ലാസ് എടുക്കുകയാണ്.
ഞാനും പോയി അവിടെ ഇരുന്നു. വളരെ അച്ചടക്കത്തോടുകൂടെ ഈ ശിഷ്യഗണങ്ങളൊക്കെ അദ്ദേഹത്തെ താണു വീണ് വണങ്ങുന്നത് കണ്ടു. അദ്ദേഹം നല്ല പഠനം കാഴ്ചവെച്ചു. ഒടുവിൽ ക്ലാസ് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു. ചോദ്യം ഇതാ, സംശയം ഇതാ, ബാല്യം തൊട്ടേ ഉള്ളൊരു സംശയമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരു, ഞാൻ സ്കൂളിൽ വെച്ച് പഠിച്ചിട്ടുണ്ട് ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന തത്വമായിട്ട് ദുഃഖങ്ങൾക്ക് കാരണം ആഗ്രഹമാണ്. ആഗ്രഹത്തെ നിഗ്രഹിച്ചാൽ നിർവ്വാണം പ്രാപിക്കാമെന്ന്. ഗുരു, എൻ്റെ സംശയം ഇതാ, സ്വർഗത്തിൽ പോകണം, നിർവ്വാണം പ്രാപിക്കണം, സായുജ്യമടയണം, മോക്ഷം പ്രാപിക്കണം എന്ന് പറയുന്നതും ഒരു ആഗ്രഹമല്ലേ? അപ്പൊ സായുജ്യം പ്രാപിക്കുവാൻ, നിർവ്വാണം പ്രാപിക്കുവാൻ ആ ആഗ്രഹത്തെയും നിഗ്രഹിക്കണോ എന്ന് അദ്ദേഹം എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് എന്നെ തലോടിക്കൊണ്ട് പറഞ്ഞു, സൺ, ഇറ്റ്സ് നോട്ട് സോ. കോസ് ഓഫ് സോറോ ഈസ് നോട്ട് ഡിസയർ ബട്ട് ഇഗ്നറൻസ്. ദുഃഖങ്ങൾക്ക് കാരണം ആഗ്രഹമല്ല, പകരം അജ്ഞതയാണെന്ന്. ഞാൻ അല്പസമയം സ്തബ്ധനായിപ്പോയി. കാര്യം എന്താ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഹൈസ്കൂളിൽ വെച്ച് ബുദ്ധമതം പഠിച്ചിട്ട് ഞാൻ ചോദ്യം വന്നപ്പോൾ ഉത്തരം എഴുതിയത് എന്ത്? ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന തത്വം ദുഃഖങ്ങൾക്ക് കാരണം ആഗ്രഹമാണ്. ആഗ്രഹങ്ങളെ നിഗ്രഹിക്കുകയാണെങ്കിൽ മോക്ഷം പ്രാപിക്കാം, അല്ലെ നിർവ്വാണം പ്രാപിക്കാം. പക്ഷേ ഇന്നത്തെ അവരുടെ ഏറ്റവും വലിയ പണ്ഡിതൻ, തിയോളജിയൻ, വേദശാസ്ത്രി പറയുന്നു, അല്ല, ദുഃഖങ്ങൾക്ക് കാരണം അജ്ഞതയാണ്. പെട്ടെന്ന് വാക്യം എൻ്റെ മനസ്സിൽ ഓടിയെത്തി. ഇത് ബുദ്ധമത ഗുരു പറഞ്ഞതല്ല കേട്ടോ, ഇത് സാക്ഷാൽ പൗലോസാ പറഞ്ഞത്. അരിയോമക കുന്നിൽ ചെന്നപ്പോൾ അവിടെ ഇതാ ധാരാളം വിഗ്രഹങ്ങൾ, വേദിക്കല്ലുകൾ. ഒരു വേദിക്കല്ലിൽ ഇങ്ങനെയും കൂടെ എഴുതി വെച്ചിരിക്കുന്നു, എന്ത്? അജ്ഞാത ദേവൻ. അവർക്ക് അത്രയ്ക്കായിരുന്നു ഭക്തി. ഇനി അവരെങ്ങാനും അറിയാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് ഇരിക്കട്ടെ ഞങ്ങളുടെ വക ആരാധന എന്ന് പറഞ്ഞു വരെ ഒരു വേദിക്കല്ല് അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് പൗലോസ് അവിടെ വെച്ച് സംസാരിച്ചു, പ്രഭാഷണം നടത്തി. അതിൻ്റെ കൺക്ലൂഷനായിട്ട് ഇങ്ങനെ പറഞ്ഞത്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. സ്നേഹിതരെ, പാപം അതൊരു പ്രശ്നമായി, എല്ലാ മതവും പാപത്തെ പ്രശ്നമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിന് പരിഹാരമായി പ്രയത്നങ്ങൾ, പ്രവൃത്തികൾ, കർമ്മം ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ കേൾക്കണോ, പാപം അതെത്ര ഗുരുതരമാണെങ്കിലും രക്ഷിക്കുവാൻ തമ്പുരാൻ എത്ര മാർഗം ഉണ്ടാക്കിയാലും തെറ്റിദ്ധാരണ, ധാരണ പിശക്, അജ്ഞത നമ്മെ നരകത്തിൽ കൊണ്ടെത്തിക്കും. പ്രിയ തിരുമല നിവാസികളെ, തൃക്കണ്ണമംഗൽ നിവാസികളെ, അറാമട നിവാസികളായ എൻ്റെ പ്രിയ കുടപ്പറപ്പുകളെ, നമ്മുടെ അജ്ഞത, നമ്മുടെ തെറ്റിദ്ധാരണ നമ്മെ വലിച്ചിഴച്ച് നരകത്തിലെത്തിക്കുവാനുള്ള പിശാചിന്റെ ഉപാധിയ. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, രക്ഷിക്കുവാൻ ഒരുവനേ ഉള്ളൂ, അവന്റെ നാമമാണ് യേശു. ആ നാമത്തിലല്ലാതെ നമുക്ക് രക്ഷയില്ല. സ്തോത്രം. അറിയായ്മ, അജ്ഞത, തെറ്റിദ്ധാരണ കൊണ്ട് നാം തെറ്റുന്ന ചില മേഖലകളിലേക്ക് വിരൽ ചൂണ്ടുവാൻ ഞാൻ ആഗ്രഹിക്കുക. വലിയൊരു പങ്ക് ആളുകൾ വിശ്വസിക്കുന്നു, ചിന്തിക്കുന്നു, ഞാൻ ഒരു ക്രിസ്തീയ വീട്ടിലാണ് ജനിച്ചത്, അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്. സ്നേഹിതരെ, അങ്ങനെ നമ്മൾ ജനിച്ച വീട് കൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയാകുമെങ്കിൽ ഇവിടുത്തെ മുഹമ്മദീയരോട്, ഇവിടുത്തെ ഹൈന്ദവരോട് യേശു ക്രിസ്തു ക്ഷമ ചോദിക്കണം. കാര്യം എന്താ? അവരുടെ കുഴപ്പം കൊണ്ടും ഗുണം കൊണ്ടും അല്ലല്ലോ അവർ ഇതര മതത്തിൽ ജനിച്ചു പോയത്. നമ്മളൊക്കെ ജനിച്ച വീടുകൾ, അതിന് നമ്മൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. നമ്മൾ അറിയാതെ, നമ്മളോട് ചോദിക്കാതെ, നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഹൈന്ദവന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, നിരീശ്വരവാദിയുടെ, തമിഴന്റെ, മലയാളിയുടെ, ഇംഗ്ലീഷുകാരൻ്റെ ഒക്കെ വീടുകളിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ ജനിച്ച വീട് നിമിത്തം ദൈവം തമ്പുരാൻ ഒരുവനെ രക്ഷിക്കുമെങ്കിൽ ബാക്കിയുള്ളവരോട് ക്ഷമ ചോദിക്കണം. എന്നാൽ എൻ്റെ ദൈവത്തിന് ഭൂമിയിൽ ആരോടും ക്ഷമ ചോദിക്കേണ്ട കേട്ടോ. കാര്യമെന്താ? എൻ്റെ കർത്താവ് ജനനം കൊണ്ട് ഒരുവനെ ക്രിസ്ത്യാനിയായി അംഗീകരിക്കുന്നില്ല. പകരം വീണ്ടും ജനനം കൊണ്ട് ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നു. ചിലരുടെ വിചാരം നമ്മൾ മലയാളികളായതുപോലെ ക്രിസ്ത്യാനിയാകുമെന്ന. മലയാളികളാകാൻ തീരുമാനമെടുത്ത ഒരു കൈ ഉയർത്തിക്ക്. തലചൊറിയാൻ പോലും ആരും കൈ ഉയർത്തുന്നില്ല.
എന്താ വന്നവരെല്ലാം തമിഴരാണ്? നമ്മളെല്ലാവരും മലയാളികളാ. പക്ഷേ നമ്മൾ മലയാളികളാകാൻ ആയുസ്സിൽ തീരുമാനമെടുത്തവരല്ല. പിന്നെ എങ്ങനെ മലയാളിയായി? മലയാളിയുടെ വീട്ടിൽ ജനിച്ചു പോയത് കൊണ്ട് മലയാളിയായി, യാന്ത്രികമായി മലയാളികളായി. നമ്മുടെ ഉത്തരവാദിത്വം കൂടാതെ നമ്മൾ മലയാളികളായി. ഇതുപോലെ ക്രിസ്ത്യാനിയാകത്തില്ല കേട്ടോ. നാം ജനിച്ച വീടല്ല നമ്മെ ക്രിസ്ത്യാനിയാക്കുന്നത്, പകരം വീണ്ടും ജനന അനുഭവമാണ് നമ്മെ ക്രിസ്ത്യാനിയാക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ യേശുവിനെ രക്ഷകനായി കർത്താവായി കൈക്കൊണ്ട് ജീവിതം കർത്താവിന് അടിയറ വെച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ക്രിസ്തുവിനോട് ചേർന്ന അവരാ ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് തന്നെ വേദപുസ്തകം തെളിവ് നൽകുന്നു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ആർക്കാ ശിഷ്യന്മാരെന്ന് പേരുണ്ടായി, ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്? ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന്. ഒരാളുടെ ശിഷ്യനാകുന്ന യാന്ത്രികമായിട്ടാണോ? അല്ല. ഇവിടെ ആരാളുടെയെങ്കിലും ശിഷ്യനായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശിഷ്യനായത്? അതിനൊരു പ്രോസസ്സുണ്ട്, പ്രക്രിയയുണ്ട്, വിശേഷിച്ചൊരു തീരുമാനമുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഒരു വ്യക്തി മറ്റൊരാളുടെ ശിഷ്യനാകുന്നത്. ഇതുപോലെ ക്രിസ്ത്യാനി എന്ന നാമധേയം അന്ത്യോക്യയിൽ വെച്ച് ആദ്യം ഉണ്ടായത് ചുമ്മാ പള്ളി വന്നുകൊണ്ടിരുന്നവരുടെ അല്ല കേട്ടോ. ആർക്കാ ഈ പേരുണ്ടായത്? ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ഇന്നും തത്വം അതുതന്നെ. ആരാണ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ? അവനാണ് ക്രിസ്ത്യാനി. അത് യാന്ത്രികമായി സംഭവിക്കുന്നില്ല, അത് ജനനം കൊണ്ട് സംഭവിക്കുന്നില്ല, ഒരു തീരുമാനം കൊണ്ട് മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ. പ്രിയ കൂടപ്പിറപ്പേ, ഇതുവരെ ആ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അതിനായി ഈ യോഗം തമ്പുരാൻ ഇവിടെ വെച്ചത് കേട്ടോ. ചിലരുടെ വിചാരം തങ്ങളുടെ അറിവ് നിമിത്തം തങ്ങൾ ക്രിസ്ത്യാനിയാകുമെന്ന്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വേദശാസ്ത്ര ബിരുദം, ബിരുദാനന്തര ബിരുദം, ഗവേഷണ ബിരുദം ഉള്ളവർ വരെയുണ്ട് കേട്ടോ. അറിവ് നമ്മുടെ നാടൻ രീതിയിൽ പറയുകയാണെങ്കിൽ 10 കൽപ്പന അറിയാം, ശിഷ്യന്മാരുടെ പേരറിയാം, പുസ്തകക്രമം അറിയാം, 119 സങ്കീർത്തനം തന്നെ കാണാപ്പാഠം അറിയാം കേട്ടോ. വേണേ സൺഡേ സ്കൂൾ അധ്യാപകനാണ്, അധ്യാപികയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിയാകുമോ? ആകണമെന്നില്ല കേട്ടോ. അതെങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറയാം. ഞാൻ പണ്ട് ഡൽഹിയിൽ കുറച്ച് നാളുണ്ടായിരുന്നു, 5-6 വർഷം ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഗാസിയാബാദിൽ ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു എയർഫോഴ്സ് സ്റ്റേഷൻ ഉള്ളതായി ഞാൻ ഗ്രഹിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ പോയിട്ടുമുണ്ട്. ഈ ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷൻ്റെ പ്രത്യേകത, ഭൂഗർഭ വിമാനത്താവളം വരെ അവിടെയുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ വകുപ്പിൻ്റെ സങ്കീർണ സ്വഭാവമുള്ള, രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ അവിടെ കൈകാര്യം ചെയ്യുക. സപ്പോസ് ഒരു കഥ പറയുക, ചുമ്മാ അത് പറയുക കേട്ടോ, നടന്ന കാര്യമല്ല. അവിടെ ജോലി ചെയ്യുന്ന ഒരു എയർഫോഴ്സുകാരൻ വൈകിട്ട് വീട്ടിൽ അത്താഴം കഴിക്കാൻ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാൻ നേരത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ ചോദിക്കുക, ജോമോൻ ചോദിക്കുക, പപ്പ ഇന്ന് എന്തുവാ ചെയ്തതെന്ന് പറഞ്ഞേ. പപ്പായ്ക്ക് പറയാൻ നിർവാഹമില്ല, ക്ലാസിഫൈഡാ, സീക്രറ്റാ. ആ ചെയ്ത കാര്യം പറയാൻ പാടില്ല ആരോടും. പപ്പ പറഞ്ഞു, മോനെ പോയി ഹോംവർക്ക് ചെയ്യുക. അവൻ പിന്നെയും ചോദിച്ചു, കെഞ്ചി, പപ്പ ഒന്ന് പറഞ്ഞേ. പപ്പ ഇന്നെന്തുവാ ചെയ്ത്? പപ്പ പറയുന്നില്ല. പിന്നെയും പറഞ്ഞു, നീ ചപ്പാത്തി കഴിച്ച് ചെളുപ്പം പോയി ഹോംവർക്ക് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ അവൻ വിടുന്ന ലക്ഷണമില്ല. അവൻ ചപ്പാത്തി ചോവിന് തിന്നു, 3 കഴിക്കേണ്ട സ്ഥാനത്ത് 6 അവൻ കഴിച്ചു. എന്നിട്ട് പപ്പായോട് പറഞ്ഞു, പപ്പ പ്ലീസ് ഒന്ന് പറഞ്ഞ് ഇതെന്തുവാ ചെയ്ത്? ഞാൻ ആരോടും പറയത്തില്ല. പപ്പയുടെ ഹൃദയം അലിഞ്ഞു. സ്വന്തം മോൻ ജിജ്ഞാസ കൊണ്ട് ചോദിക്കുകയല്ലേ. പപ്പ പറഞ്ഞു, മോനെ ഇന്ന് ഞാനൊരു സ്വിച്ചാണ് ഉണ്ടാക്കിയത്, ആ സ്വിച്ചിലൊന്ന് അമർത്തിയാൽ നേരെ ഒരു മിസൈൽ ഇവിടെ നിന്ന് റാവൽപിണ്ടി ചെന്ന് വീഴും. പോകുന്ന വഴിക്ക് വേണമെങ്കിൽ അതിനെ വേറൊരു സ്വിച്ച് തൊട്ട് അതിൽ ആഹോറിച്ചെന്ന് വീഴും. ഇവിടുത്തെ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ, സീക്രട്ടായ വിഷയം MP-മാർക്ക് അറിഞ്ഞുകൂടാ, MLA-മാർക്ക് അറിഞ്ഞുകൂടാ, ഈവൻ ഡിഫൻസ് മിനിസ്റ്റർക്ക് പോലും അറിഞ്ഞുകൂടാ കേട്ടോ, ഹയർ ഒഫീഷ്യൽസിന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ തന്ത്രപ്രധാനമായ രഹസ്യ സ്വഭാവമുള്ള ഈ ഇൻഫർമേഷൻ ഈ അപ്പൻ അവിടെ ജോലി ചെയ്യുന്നു എന്നതുകൊണ്ട് മോനോട് പറഞ്ഞുപോയി. അവനിപ്പോൾ ഇതറിയാം കേട്ടോ, ജോമോൻ ഇതറിയാം. എൻ്റെ ചോദ്യം ഇതാ, ഇത്രയും പറഞ്ഞതല്ല ഈ ചോദ്യം ചോദിക്കാതെ. ഇവൻ ഈ ഇൻഫർമേഷൻ അറിയാമെന്നുള്ളത് കൊണ്ട് ഇവൻ എയർഫോഴ്സുകാരനാണോ? വ്യോമസേനയുടെ സങ്കീർണ സ്വഭാവമുള്ള, രഹസ്യ സ്വഭാവമുള്ള ഈ വസ്തുത ഇവനൊരു ഇൻഫർമേഷൻ എന്ന നിലയിൽ, ഒരു അറിവെന്ന നിലയിൽ, ഒരു വിജ്ഞാനം എന്ന നിലയിൽ മറ്റാർക്കും അത്ര പെട്ടെന്ന് അറിയാൻ കഴിയാത്ത കാര്യം ഇവൻ ആ അപ്പൻ്റെ മകനായതുകൊണ്ട് ലഭിച്ചു. പക്ഷെ അതുകൊണ്ട് ആരാകത്തില്ല? എയർഫോഴ്സുകാരനാകത്തില്ല.
അവന് സാധ്യത കൂടുതലുണ്ട്. എങ്ങനെയാ? പഠിച്ചു കഴിഞ്ഞേച്ച് റിക്രൂട്ട്മെൻറ്റ് പോയി, സെലക്ഷൻ കിട്ടി, പിന്നെ ട്രെയിനിങ്ങിന് പോയി, ഒടുവിൽ കേഡറ്റ് ആകാം കേട്ടോ. എന്നല്ലാതെ ഈ ഇൻഫർമേഷൻ ഇവൻ അറിയാമെന്നുള്ളത് കൊണ്ട് ഇവൻ ആരാകത്തില്ല? എയർഫോഴ്സുകാരനാകത്തില്ല. ഇതുപോലെ 12 അപ്പോസ്തലന്മാരുടെ പേരറിയാമെന്നുള്ളത് കൊണ്ട് നീ ദൈവമകനോ ദൈവമകളോ ആകത്തില്ല കേട്ടോ. സഹോദരി സമാജത്തിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറി ആണെന്നതുകൊണ്ട് സഹോദരി നീ ദൈവമകളാകത്തില്ല. സൺഡേ സ്കൂൾ അധ്യാപിക എന്ന കാരണത്താൽ ആരാകത്തില്ല? ദൈവമകനാകത്തില്ല. എന്തിനധികം റെവറൻഡ് ആയതുകൊണ്ടും ദൈവമകനാകണമെന്നില്ല. ദൈവമകനാകാൻ ദൈവം വെച്ച വ്യവസ്ഥയുണ്ട്. ജീവിതം അവനായി അടിയറ വെക്കണം. യേശു എൻ്റെ കർത്താവാണ്. യേശു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു. എൻ്റെ യേശു എൻ്റെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റു. എൻ്റെ വീണ്ടെടുപ്പിനായി ഇനി വീണ്ടും എൻ്റെ കർത്താവ് വരുന്നു. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് സംഭവിച്ച് ഞാൻ അവനോടുകൂടി ആയിരിക്കുമെന്ന് അഹമഹിയ വിശ്വസിച്ച് ജീവിതം അവൻ അടിയറ വെച്ചവനാണ് ദൈവമകൻ, ക്രിസ്ത്യാനി. അല്ലാതെ വെറും അറിവ് നമ്മെ ദൈവമകനാക്കത്തില്ല, ദൈവമകളാക്കത്തില്ല, ക്രിസ്ത്യാനിയാക്കത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ കുറിവാക്യം മറക്കരുത്. വെറുതെ കേട്ടോ, കുറെ വിജ്ഞാനം കൊണ്ടോ കുറെ പരിചയം കൊണ്ടോ ഒരു ദൈവവിശ്വാസം കൊണ്ടോ ഒന്നും നമ്മൾ ദൈവമക്കളാകത്തില്ല. നമ്മുടെ അന്തരംഗത്തിൽ ക്രിസ്തു ജനിക്കണം. അവനെ യേശു എന്ന് പേർ വിളിക്കണം. പ്രൈസ് ഗോഡ്. വേറെ ചിലരുണ്ട്, അവരുടെ വിചാരം ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷേ എൻ്റെ സഭയിൽ ഞാൻ കൊടുക്കുന്ന അത്രയും കാണിക്ക ആരും കൊടുക്കുന്നില്ല. ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന ഞാനാണ്. നേർച്ച ഒന്നും പറയണ്ട. ഇതുപോലെ പള്ളിക്ക്, പട്ടക്കാർക്ക്, ആത്മീയ കാര്യത്തിന്, സമുദായത്തിന് ഇതുപോലെ സംഭാവന ചെയ്യുന്ന ഒരാളും ഞങ്ങളുടെ ഇടവകയിൽ, ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ പ്രത്യേക ഗ്രൂപ്പിൽ ഇല്ല. അപ്പൊ ഞാൻ പോകത്തില്ലേ സ്വർഗത്തിൽ? എന്നെ കർത്താവ് കൈക്കൊള്ളത്തില്ലേ? ഈ നാട്ടുംപുറത്ത് ഞങ്ങളുടെ സമുദായത്തിന് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയത് ഞാനാ, ഞങ്ങളുടെ കുടുംബമാ. എത്ര തലമുറയായി ഞങ്ങളത് ചെയ്തു വരുന്നു. സ്നേഹിത, ആത്മീയമായും ആത്മീയ പ്രബുദ്ധത കൊണ്ടും ഏതെങ്കിലും വിധത്തിൽ കാണിക്കുകയോ നേർച്ച കാഴ്ചയോ ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യം, നടക്കട്ടെ. പക്ഷെ അതൊന്നും നമ്മളെ ആരാക്കത്തില്ല, ദൈവമകനാക്കത്തില്ല കേട്ടോ, ദൈവമകളാക്കത്തില്ല. അതെങ്ങനെ ഇരിക്കുമെന്ന് പറയാം. എൻ്റെ ഒരു സ്നേഹിതൻ മനോഹരമായ ഒരു ബംഗ്ലാവ് പണിതു. വിദേശത്ത് പോയി മടങ്ങി വന്ന് വെച്ചതാ. ഒരു ദിവസം പകൽ അതുവഴി ചെന്നപ്പോൾ ഞാൻ അവിടുന്ന് കയറി. എതിർച്ചയാ, പണി നടക്കുന്നേ ഉള്ളൂ. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഇലക്ട്രിഫിക്കേഷൻ, വയറിങ്, അവിടുത്തെ സ്വിച്ചസ് ഒക്കെയാണ്. ഷാൻഡലിയർ, എന്തോ ഒരു മനോഹാരിത. ഏതായാലും ഞാൻ കണ്ടിറങ്ങി. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു എന്നെങ്കിലും രാത്രിയിൽ ഇവിടുന്ന് വരണം, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് കാണണം എങ്ങനെ ഇരിക്കുമെന്ന്. അങ്ങനെ ഒരു സന്ധ്യ മയങ്ങിയ സമയത്ത് ഞാൻ അവിടെ ചെന്നു. കോളിംഗ് ബെല്ലിൽ അമർത്തി, ഒരനക്കവും ഇല്ല, ആരും വരുന്നില്ല. അപ്പം തന്നെ വീട്ടിൽ ആളനക്കമുണ്ട്. ഞാൻ ഒന്നുകൂടെ അമർത്തി പിടിച്ചുകൊണ്ടേ ഇരുന്നു, ആരും വരുന്നില്ല. അവസാനം സഹികെട്ട് ഞാൻ ചൊവ്വിന് കതകയിൽ മുട്ടി. അപ്പോൾ ഗൃഹനായകൻ ഇറങ്ങി വന്നു. അദ്ദേഹം എന്നെ അകത്തേക്ക് ആനയിച്ചു. ഞാൻ ചോദിച്ചു, എന്തേ ഇവിടെ കോളിംഗ് ബെല്ല് വർക്ക് ചെയ്യുന്നില്ലേ? അതോ ഇനി വല്ല കുയിൽ പാടുന്നത് പോലെയോ പൂച്ച കരയുന്ന പോലെയോ വല്ലതും അകത്തെങ്ങാണ് ശബ്ദം കേട്ടോ എന്ന് ആർക്കറിയാം. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുക, അദ്ദേഹം വന്നാട്ടെ, പക്ഷേ ഇരുന്നാട്ടെ. എത്തിയതാ പുള്ളി പറയത്തില്ല, കറണ്ട് ഉണ്ടോ അല്ലേ ബെല്ല് വർക്ക് ചെയ്യുന്നൊന്നും പറയത്തില്ല. പിന്നെയും കുശല പ്രശ്നങ്ങൾ തുടങ്ങി. ഞാൻ വീണ്ടും ചോദിച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് വെക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ സപ്ലൈ ഇല്ലേ? അപ്പുറത്തിപ്പുറത്തും അല്ലേ, ഞാൻ കണ്ടല്ലോ ലൈറ്റ്, ഇവിടെ എന്താ ഇല്ലാത്തേ? അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഇത് പറയാതിരിക്കാനാ ഞാൻ ഇത്രയും നേരം ശ്രദ്ധിച്ചത്, പക്ഷേ പാസ്റ്ററിനെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങും അല്ലേ. ഞാനിവിടെ വീട് വെച്ചു, കാര്യമൊക്കെ ശരിയാ, പക്ഷേ വയറിങ്ങും നടന്നു, നല്ല കാര്യം. പക്ഷേ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിനറിഞ്ഞൂടെ ഇവിടെ ഇങ്ങനൊരു വീടുണ്ടെന്ന്. ഇതുവരെ കണക്ഷൻ കിട്ടിയില്ല, മീറ്റർ വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ രാത്രി ഇതെങ്ങനെ ഇരിക്കുമെന്ന് കാണാനാ ചെന്നത്. ഇതുപോലെ നേർച്ച കാഴ്ചകൾ കേട്ടോ. നിന്റെ വീട്ടിൽ 40-ന്റെ ഒരു ബൾബേ ഉള്ളെങ്കിലും വഴിയെ പോകുന്ന കറുത്ത കമ്പിയുമായിട്ട് വീടിന് ബന്ധമുണ്ടെങ്കിൽ ഇരുട്ടത്ത് വെട്ടം കാണാം. ജീവിതത്തിന്റെ കരാള രാത്രിയിൽ കേട്ടോ, മരണത്തിനും ജീവനും ഇടയിലുള്ള ഞാനന്മേൽ കളി നടക്കുമ്പോൾ അയ്യോ എന്ന് നിലവിളിക്കാതെ നിനക്ക് പ്രത്യാശിക്കുവാൻ ഒരു ഇടമുണ്ടാകണമെങ്കിൽ ദൈവപുത്രനായ യേശുവുമായി വ്യക്തിപരമായ ഒരു ബന്ധം വേണം.
വിഷമങ്ങൾ ആർക്കും വരാം, ബുദ്ധിമുട്ട് ആർക്കും വരാം, ഞെരുക്കം ആർക്കും വരാം, രോഗം ആർക്കും വരാം കേട്ടോ. ദൈവമകനും വരാം, അല്ലാത്തവർക്കും വരാം. പക്ഷേ ദൈവമക്കളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ നിശയുടെ നിശബ്ദതയിൽ, അല്ല കരാള രാത്രിയിൽ അപ്പാവിരിച്ച് മുട്ടുമടക്കി എൻ്റെ കർത്താവേ എന്നൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ആ പ്രത്യാശയുടെ പാട്ടൊന്ന് പാടി കഴിയുമ്പോൾ വേദന മാറുകയാ. അവൻ ഫുരുടാൻ അന്വേഷിക്കയില്ല, റെയിൽപാളം അന്വേഷിക്കയില്ല, കയർ അന്വേഷിക്കയില്ല. പകരം ഒരു പുതുജീവനോടുകൂടെ ജീവിതത്തെ അഭിമുഖീകരിക്കും. നമ്മുടെ നേർച്ച കാഴ്ചകളല്ല നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. സ്തോത്രം. നേർച്ച കാഴ്ചകൾ മനുഷ്യരെ കാണിക്കാൻ കൊള്ളാം, ആധ്യാത്മിക നേതാക്കന്മാരെ കാണിക്കുവാൻ കൊള്ളാം. നേർച്ച കാഴ്ചകൾ കൊണ്ട് ആരും രക്ഷപ്പെടത്തില്ല കേട്ടോ. വ്യക്തിപരമായ ബന്ധം, ദൈവമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം, പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുവാനുള്ള ഒരു തൻ്റെ ആർജവം വേണം കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് തന്നെ ദൈവം എന്താ പറയുന്നു? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ ദൈവം അധികാരം നൽകി. ലോകത്തിലേക്കും ഏറ്റവും വലിയ അധികാരം ബ്രിട്ടൻ രാജാവിനല്ല കേട്ടോ, ചൈനീസ് പ്രീമിയറിനല്ല, അമേരിക്കൻ പ്രസിഡന്റിനല്ല, UN സെക്രട്ടറി ജനറലിൻ്റെതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അധികാരം ദൈവം എനിക്കും നിനക്കും തന്നിരിക്കുന്നു. എന്തിനുള്ള അധികാരം? വിശ്വാസത്താൽ, ഏറ്റുപറച്ചിലിനാൽ ദൈവത്തിൻ്റെ പുത്രന്മാരാകുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുക. കണക്ടിവിറ്റി, കണക്ഷൻ, റിലേഷൻഷിപ്പ് കേട്ടോ, അധികാരം ദൈവം തന്നിരിക്കുക കേട്ടോ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോകാം, മനസ്സിൽ ഉത്തരം പറഞ്ഞാൽ മതിയേ. നാം ജനിക്കുന്നതിന് മുൻപേ ഏതു വീട്ടിൽ ജനിക്കണമെന്ന് തീരുമാനിക്കുവാനും അതനുസരിച്ച് നമുക്ക് ജനിക്കുവാനും കഴിയുമായിരുന്നെങ്കിൽ ഇപ്പോൾ ജനിച്ച വീട്ടിൽ ജനിക്കുവാൻ എത്ര പേര് ഇഷ്ടപ്പെടുമായിരുന്നു? ഒന്നുകൂടെ പറയാം. ജനിച്ചു പോയതുകൊണ്ട് അവരൊക്കെ നമ്മുടെ അപ്പനും അമ്മയും ഒക്കെയായി, കൂടപ്പറപ്പുകളായി, നല്ല കാര്യം. എന്നാ ജനിക്കുന്നതിന് മുൻപ് ദൈവം നമ്മളോട് പറയാം, മോനെ ഇഷ്ടമുള്ളിടത്ത് പോയി ജനിച്ചോ. നിങ്ങളുടെ കാര്യം എനിക്കറിഞ്ഞൂടെ, എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ നല്ല ഒന്നാം തരം കുടുംബത്തിലാണ് ജനിച്ചത്. ലോകത്തിൽ എവിടെ ചെന്നാലും മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിൽ എൻ്റെ കുടുംബം, എൻ്റെ വല്യപ്പൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. എന്നാലും ജനിക്കുന്നതിന് മുൻപേ എന്നോട് ദൈവം പറയാം, മോനെ ഇഷ്ടമുള്ളിടത്ത് പോയി ജനിച്ചോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബ്രിട്ടനിൽ ആ ചാൾസിൻ്റെ അനുജനായി പിറക്കുവാൻ ഇഷ്ടപ്പെട്ടേനെ. ഞാൻ മാത്രമോ എന്തൊരിടിയായിരുന്നേനെ ഇപ്പോൾ അവിടെ. പ്രശസ്തിയുള്ള, പാരമ്പര്യമുള്ള, ആഠ്യത്വമുള്ള, പ്രസിദ്ധിയുള്ള ആ രാജകുടുംബത്തിൽ ജനിക്കുവാൻ ആരാ ഇഷ്ടപ്പെടാത്തത്? എല്ലാവരും കൂടെ അവിടെ പോയി ജനിച്ച് അവർ പാപ്പരായനെ ഇപ്പോൾ. പക്ഷേ ജനിക്കുന്നതിന് മുൻപേ നമുക്ക് ഇങ്ങനൊന്നും ഒരു അധികാരം കിട്ടിയില്ല. നമ്മുടെ അറിവ് കൂടാതെ, സമ്മതം കൂടാതെ, തീരുമാനം കൂടാതെ നമുക്ക് ഓരോ വീടുകളിൽ ജനിച്ചു കഴിഞ്ഞു. ധനവാന്റെ, ദരിദ്രന്റെ, മലയാളിയുടെ, തമിഴന്റെ, വിദ്യാവിഹീനന്റെ, വിദ്യാസമ്പന്നന്റെ, ദരിദ്രന്റെ, അതേ കുബേരന്റെ, കുചേലന്റെ ഒക്കെ വീടുകളിൽ നാം ജനിച്ചു കഴിഞ്ഞു. എന്നാൽ ഇങ്ങനെ ജനിച്ച് നമുക്ക് ദൈവം മറ്റൊരു അധികാരം തന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ദൈവം തന്ന ഈ അധികാരത്തിൻ്റെ മുമ്പിൽ മറ്റേതൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം എന്തുവാ? ഹല്ലേലൂയ. ബ്രിട്ടൻ രാജകുടുംബത്തിൽ ജനിക്കാനല്ല, അംബാനിയുടെ വീട്ടിൽ ജനിക്കാനല്ല, ടാറ്റയുടെ ബിർളയുടെ വീട്ടിൽ ജനിക്കാനല്ല കേട്ടോ. ഓ, ദൈവം ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അധികാരം ദേവാദിദേവന്റെ അരുമ സന്താനങ്ങളാകുവാൻ, രാജാതി രാജാവിന്റെ അരുമ സന്താനങ്ങളാകുവാൻ, കർത്താതി കർത്താവിന്റെ ഓമന പുത്രന്മാരാകുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. സന്തോഷമുണ്ടോ ദൈവമക്കളെ? ആ പ്രാഗൽഭ്യമുള്ളവർ മാത്രം കരമുയർ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മളാരാ? ദൈവമക്കളാ കേട്ടോ. സ്തോത്രം. പക്ഷേ ക്ലോസ് നമ്മൾ വായിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ. ഒരു പ്രോസസ്സുണ്ട്, ഒരു തീരുമാനത്തിൻ്റെ ഒരു പ്രോസസ്സ്, ഒരു എന്താ പറയേണ്ടത്, ഒരു പ്രക്രിയയുണ്ട്. രക്ഷ സൗജന്യമാ കേട്ടോ, പാപമോചന സൗജന്യമാ, സ്വർഗരാജ്യ പ്രവേശനം സൗജന്യമാ, എല്ലാം സൗജന്യമാ. പക്ഷേ വെറുതെ അങ്ങ് കിട്ടുകയല്ല കേട്ടോ. നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ചെയ്യണം. ഇവിടെ ചിലർ ഓട്ടോ ഡ്രൈവേഴ്സ്, ടാക്സി ഡ്രൈവേഴ്സ്, ചിലപ്പോൾ ബാങ്ക് മാനേജേഴ്സ്, ടീച്ചേഴ്സ്, സെക്രട്ടേറിയറ്റ് ഉദ്യോഗമുള്ള ഗസറ്റഡ് ഓഫീസേഴ്സ് ഒരുപക്ഷെ ഇവിടെ കണ്ടേക്കും. ഇങ്ങനെ പല നമ്മളെല്ലാവരും ആകട്ടെ. നമ്മൾ അങ്ങനെ ആയത്
സപ്പോസ് ഒരു സ്കൂൾ ടീച്ചർ, എങ്ങനെയാ സ്കൂൾ ടീച്ചർ ആയത്? ഒരു ദിവസം ഉണർന്നപ്പോൾ കൊണ്ട് ബ്ലാക്ക് ബോർഡിന്റെ മുമ്പിൽ വടിയും ചോക്കും ഒക്കെ പിടിച്ചു നിൽക്കുന്നു. ആണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. നോ. ഇവിടെ ഒരു ബാങ്ക് എക്സിക്യൂട്ടീവ് മാനേജരാ, സ്റ്റേറ്റ് ബാങ്കിന്റെ നാറാമട ബ്രാഞ്ചിന്റെ മാനേജർ. എങ്ങനെ ആയത്? ഒരു ദിവസം രാവിലെ ഉണർന്നപ്പോൾ അവിടെ ചെയറിൽ ഇരിക്കുകയായിരുന്നു. അല്ല, ഇവിടെ മാനേജരായത്, ടീച്ചറായത്, കളക്ടറായത്, വൈദികനായത് കേട്ടോ, ഗവൺമെന്റ് എംപ്ലോയി ആയത് ഒരു തീരുമാനത്തിന്റെ വെളിച്ചത്തില. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞു, വേണമെങ്കിൽ അടുത്ത വിദ്യാഭ്യാസം അതിനുവേണ്ടി ശ്രമിച്ചു, PSC ടെസ്റ്റ് എഴുതി, ഇങ്ങനെയൊക്കെ പല വിധത്തിൽ നമ്മുടെ തീരുമാനം നമ്മൾ പ്രായോഗിക പദത്തിൽ കൊണ്ടുവന്നു. ഒരു ദിവസം നമ്മൾ ആരായി? നമ്മൾ ഉദ്ദേശിച്ച ആ സ്ഥാനത്തെത്തി. സപ്പോസ് ഒരു ഓട്ടോ ഡ്രൈവർ പോലും അങ്ങനെ ആകുന്നത്. വീട് വിട്ടു പോകുവാനൊക്കത്തില്ല, വിദേശത്ത് പോകുവാനൊക്കത്തില്ല, പ്രായമായ അപ്പനും അമ്മയും വീട്ടിലുണ്ട്, ഒറ്റ മകനാ, ഉപജീവനത്തിന് ഉപാധി വേണം. അവനറിഞ്ഞു 10ാം ക്ലാസ് പാസ്സായാൽ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പാസ്സായാൽ ലോൺ കിട്ടും ഒരു തൊഴിലിന് വേണ്ടി, ഓട്ടോ മേടിക്കാമെന്ന്. അവൻ ചെന്നു, അപ്ലിക്കേഷൻ കൊടുത്തു, ഓട്ടോ വാങ്ങിച്ചു. ഇപ്പോൾ സ്റ്റാൻഡിൽ ഓട്ടോയും കൊണ്ട് കിടക്കുക. ഇന്നലെ ഒരാൾ, അതുവഴി പോയ ഒരാൾ, ഹലോ ഓട്ടോ 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 എന്ന് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, ദോ എൻ്റെ പേര് ഓട്ടോ എന്നാന്നു. വഴക്കുണ്ടാക്കിയോ? ഇല്ല. പുള്ളി കാതോർത്തിരിക്കുക ഇതൊന്ന് കേൾക്കാൻ. എന്താ കാര്യം? ഒരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഓട്ടോയും കൊണ്ട് സ്റ്റാൻഡില്ല കേട്ടോ. ഇനി അതേ നമ്പിയ ജീവിതം. ഇതുപോലെ നമ്മുടെ പേര്, ഓമനപ്പേര് ദൈവ മക്കളെന്നാ കേട്ടോ. ഒരിക്കൽ ഞാൻ ഒരാളെ സഹോദര എന്ന് വിളിച്ചു. ഉടനെ പുള്ളി എന്നോട് കയർത്തു, ഞാൻ സഹോദരനൊന്നുമല്ല, നിങ്ങൾ കുറേ പെന്തക്കോസുകാർ തമ്മി സഹോദര എന്ന് വിളിക്കുന്ന പറഞ്ഞ് എൻ്റെ പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് മനസ്സിലായി അവൻ ഒട്ടും ദൈവമകനല്ലെന്ന്. ഇത് നമ്മൾ കേൾക്കാനിരിക്കുക സഹോദര എന്നൊരു വിളി. പ്രിയ സ്നേഹിതരെ, ഒരു തീരുമാനം നീ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവ മകനോ മകളോ ആയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പരിണിത ഫലമായിട്ട് നാം ഒക്കെ ആരായി മാറുകയാണ്? ദൈവ മക്കളായി മാറുകയാണ്. അതിൻ്റെ സന്തോഷം, അതിൻ്റെ കുതൂഹലം, അതിൻ്റെ വലിയ ആമോദം അത് ചില്ലറയൊന്നുമല്ല കേട്ടോ. കരമേർ ദൈവത്തെ സ്തുതിക്കാം. പ്രിയ സ്നേഹിതരെ, സൗജന്യമാ. യേശുവിനെ കൈക്കൊണ്ടാൽ മതി, അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ മതി. അവർക്ക് ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം നൽകി. ലോകത്തിലേക്കും ഏറ്റവും വലിയ അധികാരം ദൈവം എനിക്കും നിനക്കും തന്നിരിക്കുക കേട്ടോ. എന്തിനുള്ള അധികാരം? ദൈവത്തിൻ്റെ പ്രിയ പുത്രന്മാരാകുവാനുള്ള അധികാരം. വേറെ ചിലർക്ക് ഒരു ചിന്തയുണ്ട്, പക്ഷേ ചുമ്പ കിടന്ന് വെള്ളം വെക്കാതെ ആണ്ടുതോറും ആറാമടക്കാർക്ക് ഒരു കൺവെൻഷൻ ഉണ്ട്, ഇയാളും വന്നേച്ച് പോകും. ഇച്ചിരി കഴിയുന്നുണ്ടെ പരിപാടി നിൽക്കുമോ ഞങ്ങൾക്കറിയാം, ഈ ആഴ്ച കൊണ്ട് യോഗം തീരും, വല്ലതും പറയാനുണ്ടെ പറഞ്ഞേച്ചു പോ. വല്ല ഗുണം ചെയ്യുന്നേ മനുഷ്യർക്ക്. ഈ മൈക്കിനും ലൈറ്റിനും എല്ലാം കൂടെ പന്തലിന് കാശ് മുടക്കാതെ വല്ല കുഷ്ഠരോഗ ആശുപത്രി സന്ദർശിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കാലില്ലാത്തവർക്ക് കാല് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ആശുപത്രി പോകാൻ നിവൃത്തിയില്ലാത്തവർക്ക് ചികിത്സാ സഹായം, വിവാഹ സഹായം, വീടില്ലാത്ത വീട് വെച്ച് കൊടുക്കുന്നേ. വല്ല സൽപ്രവൃത്തി ചെയ്യുക, നല്ല കാര്യമാണ്, സൽപ്രവൃത്തി ചെയ്യണം കേട്ടോ, ഒട്ടും അമാന്തിക്കരുത്, ചെയ്യണം. പക്ഷെ അത് നിമിത്തം നിത്യജീവൻ കിട്ടുമെന്ന്, പാപമോചനം കിട്ടുമെന്ന്, സ്വർഗരാജ്യത്തിന് അംശയാകുമെന്ന്, ദൈവമകനോ ദൈവമകളോ ആകുമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ മൂഢസ്വർഗത്തിലാണ്. കാര്യമെന്താ? നമ്മുടെ പ്രവർത്തികൾ കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട് നാം നിത്യജീവൻ അർഹരായി തീരത്തില്ല. അതെങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറയാം. എൻ്റെ ഒരു സ്നേഹിതൻ, തൻ്റെ സ്നേഹം എന്നോടുള്ളത് ഭയങ്കര തീവ്രമാണ്, ബഹുമാനമാണ്, ആദരം. ഒരു ദിവസം എന്നെ വിളിച്ചു, വീട്ടിൽ വന്ന് കഴിക്കണം, വരണേന്ന് പറഞ്ഞു. ഞാൻ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറി കേട്ടോ. ഒരു ദിവസം ഇദ്ദേഹം പിടിച്ച പിടിയാൽ വന്നേ പറ്റൂ, എപ്പോഴാണ് വരുന്നത് പറ. ഞാനൊരു വിധത്തിൽ നിസ്സഹായനായിട്ടാണെങ്കിലും അങ്ങ് സമ്മതിച്ചു. എനിഹാവ് വീടിനോട് ഞാൻ അടുത്തു. ആ പർട്ടിക്കുലർ ദിവസം ഉച്ചനേരം അടുത്തു. നല്ല സുഗന്ധം വരുന്നു കേട്ടോ. എന്തിൻ്റെയാ? രുചികരമായ ഭക്ഷണപാനീയങ്ങളുടെ സുഗന്ധം ആ വീടിനോട് അടുത്തപ്പോഴേ എനിക്കുണ്ടാകുക. കൊതിയൂറുന്ന അതേ വിഭവങ്ങൾ. വീടടുക്കുന്തോറും എനിക്കൊരു വല്ലാഴിക, ഞാൻ വേർക്കാൻ തുടങ്ങി. ഞാൻ അകത്ത് ചെന്നപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി എല്ലാ ക്രമീകരണവും ചെയ്തിരിക്കുക. പക്ഷേ ഞാൻ വളരെ വിഷണ്ണനായിരിക്കുക. നിങ്ങൾ ഓർക്കും പാഷയെ പോയി കഴിച്ചങ്ങ് പോയാൽ പോരെ, എന്തിനാ വേർക്കുന്നതെന്നല്ലേ? വിഷയം ഇത്രയേ ഉള്ളൂ. എന്നെ വിളിച്ച ആൾ കുഷ്ഠരോഗിയാണ്.
സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ആദരവില്ലാഞ്ഞിട്ടല്ല എന്നെ സൽക്കരിക്കുന്നത്, എനിക്ക് വിഷം തരാൻ വേണ്ടിയും ഒന്നുമല്ല കേട്ടോ. പക്ഷേ അത്രയും ആദരമുണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിലും ആളാരാ? കുഷ്ഠരോഗി. പ്രിയ സ്നേഹിതരെ, ഇതുപോലെ പാപകുഷ്ഠത്തിന് പരിഹാരം വരുത്താതെ എന്തെല്ലാം ദാനധർമ്മം ചെയ്താലും കേട്ടോ, 1000 വീട് വെച്ച് കൊടുത്താലും 1,00,000 കുഞ്ഞുങ്ങൾക്ക് വിവാഹ സഹായം നൽകിയാലും കേട്ടോ, എന്തെല്ലാം ആതുര സേവനം ചെയ്താലും ദൈവരാജ്യത്തിന് അംശയാകത്തില്ല. ആദ്യം വേണ്ടത് പാപകുഷ്ഠത്തിന് പരിഹാരം വരുത്തണം കേട്ടോ. ജീവിതത്തിലെ ആ പ്രധാന പ്രശ്നത്തിന് പരിഹാരം വരുത്തിയിട്ട് പിന്നെ നാം ചെയ്യുന്ന ദാനത്തിനും ധർമ്മത്തിനും ഇഹത്തിലും പരത്തിലും പ്രതിഫലമുണ്ട്. അല്ലാതെ കുറച്ച് ദാനധർമ്മം ചെയ്ത് മനുഷ്യർക്ക് നന്മ ചെയ്ത് നിത്യജീവൻ കരസ്ഥമാക്കാം എന്നാരെങ്കിലും കരുതുന്നുവെങ്കിൽ ഈ വചനം അങ്ങനെ ഒരു കാര്യം പറയുന്നതേ ഇല്ല. പിന്നെ പകരം ഈ വചനം പറയുന്നത്, നിന്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാൽ, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ എന്ത് ചെയ്യും? ഹിമം പോലെ വെളുപ്പിക്കും. ഹല്ലേലൂയ. ആശ്രയിക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, കൂപ്പുവാൻ ഒരു കൈയുണ്ടെങ്കിൽ, മടക്കുവാൻ ഒരു മുട്ടുണ്ടെങ്കിൽ, നമിക്കുവാൻ ഒരു ശിരസ്സുണ്ടെങ്കിൽ, യേശുവേ ഞാനൊരു പാപിയ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, അങ്ങന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് പറയുവാൻ ഒരു മനസ്സ് നിനക്ക്, ഒരു ആർജവം നിനക്കുണ്ടെങ്കിൽ നീ രക്ഷ പ്രാപിക്കും. അല്ലാതെ പറന്ന വീട് കൊണ്ടല്ല, നേർച്ച കാഴ്ചകൾ കൊണ്ടല്ല, സൽപ്രവർത്തികൾ കൊണ്ടല്ല, പകരം വിശ്വാസത്താലാണ് ദൈവമകനും ദൈവമകളുമാകുന്നത്. ഏറ്റുപറച്ചിലിനാലാണ്, യേശുവിനെ കൈക്കൊള്ളുന്നതിനാലാണ്. പ്രൈസ് ഗോഡ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏതാനും ചിലർക്കാണോ? അല്ല, സുറിയാനി ക്രിസ്ത്യാനികൾക്കാണോ? വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. സോ ലൗഡ്. പ്രൈസ് ഗോഡ്. അതിൽ പെടാത്ത ആരുമില്ല. ഏവനും എന്ന് പറഞ്ഞപ്പോൾ താങ്കൾക്ക് വിദ്യാഭ്യാസം എന്തുമായിക്കൊള്ളട്ടെ, പിറന്ന വീട് ഏതുമായിക്കൊള്ളട്ടെ, സാമ്പത്തിക സ്ഥിതി എന്തുമായിക്കൊള്ളട്ടെ, ജാതി മതം വർഗം വർണ്ണം എന്തുമായിക്കൊള്ളട്ടെ, വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. സൗജന്യമാണെങ്കിലും ദാനമാണെങ്കിലും ആർക്കും എപ്പോഴും എവിടെ വെച്ച് കിട്ടുന്നതാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം കേട്ടോ. ചെയ്യേണ്ടത് ചെയ്യണം. ചിലക്കൊരു ചിന്തയുണ്ട്, എൻ്റെ അമ്മ നല്ല പ്രാർത്ഥനക്കാരിയായിരുന്നു, ഭക്തയായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങ് എത്തിവിടും. ഇല്ല, നടക്കുകയില്ല കേട്ടോ. എൻ്റെ പപ്പ പാസ്റ്ററായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങ് എത്തും. ഇല്ല, നടക്കുകയില്ല കേട്ടോ. രക്ഷ വ്യക്തിപരമാ രക്ഷ. സപ്പോസ് പാസ്റ്റർ ബിജു മാത്യു, ഞാനും പാസ്റ്റർ ബിജു ടി ഫിലിപ്പ് 3 പേരും കൂടെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ച് അങ്ങനെ ടിക്കറ്റ് എടുത്തു കേട്ടോ. പാസ്റ്റർ ബിജു ടി ഫിലിപ്പ് ആ ടിക്കറ്റ് എടുത്ത്, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ടിക്കറ്റ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് പർട്ടിക്കുലർ ടൈമിൽ വന്ന് ഒരുമിച്ച് ജോയിൻ ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞിരുന്നു. എനിഹൗ ഞങ്ങൾ പാസ്റ്റർ ബിജു മാത്യുവും ഞാനും സ്റ്റേഷനിലെത്തി. പാസ്റ്റർ ബിജു ടി ഫിലിപ്പിനെ കാണുന്നില്ല, ടിക്കറ്റ് പുള്ളിയുടെ കൈവശമാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്തു, വണ്ടി വിടാറായി. എനിഹൗ വണ്ടി അങ്ങ് നീങ്ങി തുടങ്ങി. ഞങ്ങൾ പറഞ്ഞു കയറാൻ നമുക്ക്, അടുത്ത സ്റ്റേഷനിൽ നിന്ന് പുള്ളി കയറിയെങ്കിലോ. ചാർട്ടിൽ ഞങ്ങൾ നോക്കിയപ്പോൾ പേരവിടെ കിടപ്പുണ്ട് കേട്ടോ. വയസ്സുണ്ട്, ആണാന്നോ പെണ്ണാന്നോ എന്ന് എഴുതിയിട്ടു, എല്ലാം ഉണ്ട്. സംഭവം S1 ബർത്തിൽ 1, 2, 3 ഞങ്ങളുടെ ബർത്ത് നമ്പർ. ഏതായാലും ഞങ്ങൾ ട്രെയിനിൽ കയറി ഡൽഹിക്കാണ് പോകുന്നത്. ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ പേരും ചാർട്ടിലുണ്ട്. വണ്ടി അങ്ങോട്ട് നീങ്ങി, തിരുവല്ല കഴിഞ്ഞു, കോട്ടയം കഴിഞ്ഞ് TT വന്ന് ചോദിച്ചു, എങ്ങോട്ടാ? ഡൽഹിക്കാണ്. ടിക്കറ്റ് എടുത്തേ. അത് പാസ്പോർട്ടുണ്ട്, അത് പോരായോ? അതെന്നെ പാസ്പോർട്ട്? അല്ല, ഞങ്ങളാ വന്നേന്ന് തെളിയിച്ചാൽ പോരെ. പാസ്പോർട്ടിൽ പേരുണ്ട്, പടമുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ആണാന്നോ പെണ്ണാന്നോ ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ട്, അത് പോരായോ? TT പറഞ്ഞു പരിപാടിയൊന്നും നടക്കുകയല്ല, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിപ്പൊക്കോണം, അല്ലെങ്കിൽ 5 മാസം തടവാ. എന്താ ഞങ്ങളെ യാത്ര ചെയ്യാൻ അനുവദിക്കാഞ്ഞത്?
ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, മുതൽ മുടക്കിയിട്ടുണ്ട്, പണം മുടക്കിയിട്ടുണ്ട് കേട്ടോ. കാൽവറി ക്രൂശിൽ സംഭവം കഴിഞ്ഞതാ കേട്ടോ. മുതൽ മുടക്കിയതാ, രക്തം ചിന്തിയതാ, നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി കഴിഞ്ഞതാ. നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ. ബർത്തിന് വേറെ അവകാശികൾ വന്നിട്ടില്ല, നമ്മൾ സ്ഥലത്തെത്തി കഴിഞ്ഞു. ടിക്കറ്റ് എടുത്തതുമാ. പക്ഷേ വണ്ടി നീങ്ങി തുടങ്ങിയപ്പോൾ കാണിക്കാൻ നമ്മുടെ കയ്യിൽ എന്തില്ല? ടിക്കറ്റ് ഇല്ല. ഇന്നത്തെ കാലത്ത് ഫോണിലെ പിക്ചറെങ്കിലും കാണിച്ചാൽ മതി, അതും ഇല്ല സംഭവം. ചുരുക്കി പറഞ്ഞാൽ ആ ട്രെയിനിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു. മുതൽ മുടക്കാഞ്ഞിട്ടല്ല, ഞങ്ങൾ എത്താഞ്ഞിട്ടല്ല, ബർത്തിന് വേറെ അവകാശികൾ വന്നിട്ടല്ല. എന്തുകൊണ്ട്? കൈവശമില്ല. CSI-കാരനായതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവനാകണമെന്നില്ല, മർത്തോമക്കാരനായതുകൊണ്ട് വീണ്ടും ജനിച്ചവനായിരിക്കണമെന്നില്ല, പെന്തക്കോസുകാരനായതുകൊണ്ട് ദൈവമകനാകണമെന്നില്ല, പാസ്റ്ററുടെ മോനായതുകൊണ്ട് സ്വതവേ സ്വർഗത്തിലെത്തുമെന്നില്ല. അവനവനായി കൈക്കൊള്ളണം. വ്യക്തിപരമായി യേശുവിനെ രക്ഷകനായി കർത്താവായി അംഗീകരിച്ച് ഒരു അനുഭവത്തിന് പത്രീഭൂതനാകണം. അവർക്കാണ് ദൈവമകനായി ദൈവമകളായി നിത്യജീവൻ ഓഹരിക്കാരായി തീരുവാൻ കഴിയുന്നത്. നമ്മുടെ ധാരണ പിശക്, അറിവുകളുടെ ഇഗ്നോറൻസ് നമ്മെ നരകത്തിൽ കൊണ്ടെത്തിക്കും. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം എന്തു വിശ്വസിക്കുന്നു എന്നൊരു ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും വേണം. പിറന്ന വീട് ഏതുമായിക്കൊള്ളട്ടെ, ഉൾപ്പെടുന്ന സമുദായം എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ അറിവ്, വിജ്ഞാനം, വേദവിജ്ഞാനം എന്തുമായിക്കൊള്ളട്ടെ, ദൈവമകനാകുവാൻ ദൈവമകളാകുവാൻ ദൈവം വെച്ച വ്യവസ്ഥ തിരിച്ചറിഞ്ഞ് സ്തോത്രം അതിനർഹരായി തീരണം. രാത്രി നമ്മുടെ മസ്തിഷ്കത്തിൽ, നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ബുദ്ധിമൂശയിൽ, നമ്മുടെ ചിന്താധാരയിൽ ദൈവത്തെക്കുറിച്ചുള്ള ആ വലിയ അറിവിൽ അറിയേണ്ട കാര്യം അറിഞ്ഞ് വിളിക്കേണ്ടവനെ വിളിക്കേണ്ട പോലെ വിളിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. ചിലരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററേ ഈ രക്ഷിക്കപ്പെട്ടെന്നും സ്നാനപ്പെട്ടെന്നും ഒക്കെ പറഞ്ഞ് അങ്ങ് ആയോ പാഷക്കറിഞ്ഞുകൂടാൻ ഞങ്ങൾക്കറിയാം. ഈ സ്ഥലത്ത് ഈ പറയുന്നവരൊന്നും ഈ പറയുന്ന വലിയ പാഷ് 10,000-കാരനായതുകൊണ്ട് എല്ലാം ഒന്നും ഞങ്ങൾ പറയുന്നില്ല. നല്ല പൂക്കുറ്റി സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. സ്നാനപ്പെട്ട മതിയോ പാസ്റ്ററേ? രക്ഷിക്കപ്പെട്ട മതിയോ പാസ്റ്റർ? ഇത് 10,000-ത്തും ചോദിക്കും കേട്ടോ. ഇവിടെ മാത്രമല്ല. നിങ്ങൾ വിചാരിച്ചു ഞാൻ നിങ്ങളെ അങ്ങാണ്ട് തുച്ഛീകരിച്ചെന്ന്. അങ്ങനല്ല, എവിടെ ചെന്നാലും ഉണ്ട്. സാക്ഷാൽ കുമ്പനാട്ടും ഉണ്ട്. എന്താ ഉത്തരം പറയുക? നേരല്ലയോ? രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നു, സ്നാനപ്പെട്ടെന്ന് പറയുന്നു, പക്ഷേ എന്തുണ്ട്? കയ്യിലിരിപ്പ് മോശമാണ്. അത് വീട്ടുകാരോ സ്വന്തക്കാരോ മാത്രമല്ല അറിയും, നാട് മുഴുവനും അറിയുന്ന പോലെ. ഇന്നത്തെ കാലത്ത് അറിയുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. സെക്കൻഡുകൾക്കകം അങ്ങ് ലണ്ടനിലും ന്യൂയോർക്കിലും സിഡ്നിയിലും ഒക്കെ എത്തുകയും ചെയ്യും. പിന്നെന്താ ഉത്തരം പറയുക? പ്രിയ സ്നേഹിതരെ, ഇതിന് ഉത്തരം നാം കണ്ടെത്തിയേ പറ്റൂ. ഈ സത്യവേദ പുസ്തകമുണ്ടല്ലോ, നമുക്ക് ദൈവമക്കളാകുവാനുള്ള നിർദ്ദേശങ്ങളും തന്നിട്ടുണ്ട്. ദൈവമക്കളായിക്കഴിഞ്ഞ് എങ്ങനെ ജീവിക്കണമെന്നുള്ള നിർദ്ദേശവും തന്നിട്ടുണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് വീണു, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പിശക് പറ്റി എന്നുള്ളത് കൊണ്ട് ദൈവവചനത്തിനും പ്രമാണത്തിനും വ്യവസ്ഥയ്ക്കും ഒരു വ്യത്യാസമില്ല കേട്ടോ. ആദ്യം ദൈവമകനാകണം, വിശ്വസിക്കണം, കൈക്കൊള്ളണം, ഏറ്റുപറയണം, അവനവൻ്റേതായി ഈ അനുഭവത്തിന് പാത്രീഭൂതനാകണം. പിന്നെന്തു വേണം? പിന്നെ ജീവിതവും വേണം. ഒരു കൂട്ടുകാരികളെല്ലാം നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയെന്നറിഞ്ഞ് അവിടെ അപ്ലൈ ചെയ്തു. ഇവൾക്ക് കിട്ടിയില്ല. ഏതായാലും കൊള്ളാം. ഇവളെന്ത് ചെയ്തെന്നറിയാമോ? ആ ആശുപത്രിയിൽ ചെന്ന് ഇവരിട്ടിരിക്കുന്ന അതേ യൂണിഫോം ഇട്ട് അതുവഴി നടക്കുക. യൂണിഫോമാണോ നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ നേഴ്സാക്കുന്നത്, നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആക്കുന്നത്? വെള്ള ഇട്ടാലും നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആകുമോ? ഇല്ല കേട്ടോ. ആദ്യം അഡ്മിഷൻ കിട്ടണമെന്ന്. അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്തു വേണം? അതിനുള്ള യോഗ്യതകൾ പാലിക്കണം. ആ രക്ഷയുടെ അനുഭവം, വീണ്ടും ജനന അനുഭവം, മാനസാന്തര അനുഭവം, കർത്താവിനെ കൈക്കൊണ്ടെന്നുള്ളതിൻ്റെ ബാഹ്യ തെളിവായി
ആന്തരിക വിശ്വാസത്തിൻ്റെ ബാഹ്യ തെളിവായി സ്നാനപ്പെടണം. ഇതെല്ലാം വേണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ജീവിതം വേണം. ഓക്കെ, ഈ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കിയാൽ സ്റ്റുഡൻ്റ് ആകാനുള്ളവർക്കുള്ള വ്യവസ്ഥകളുമുണ്ട്, സ്റ്റുഡൻ്റ് ആയിക്കഴിഞ്ഞവർക്കുള്ള വ്യവസ്ഥകളുമുണ്ട്. എന്താ വ്യവസ്ഥകൾ? ഈ സ്റ്റുഡൻസ് 1 വർഷം 5 ദിവസത്തിൽ കൂടുതൽ അവധിയെടുക്കാൻ പാടില്ല. എല്ലാ മാസവും 1-ാം തീയതിക്കകം ഫീസ് കൊടുത്തിരിക്കണം. 3 പ്രാവശ്യം ഫെയിലായിട്ടുണ്ടെങ്കിൽ ഡിസ്മിസലാണ്. ഇങ്ങനെ പല നിബന്ധനകൾ. ഇതാർക്കാ? സ്റ്റുഡൻ്റ് ആകാനുള്ള ആപ്ലിക്കൻസിനുള്ളതല്ല, ഇത് സ്റ്റുഡൻ്റ് ആയവർക്കുള്ളതാണ്. ഓക്കെ, ടൈം പാലിക്കണം, കൃത്യനിഷ്ഠ പാലിക്കണം. ഒരു കുട്ടി ഒരു ദിവസം യൂണിഫോം ഇടാതെ ചെന്നു. ടീച്ചർ ചോദിച്ചു, എന്താ? അതേ, ഇന്നലെ ഭയങ്കര മഴയായിരുന്നു, ഉണക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സൽവാർ കമീസ് കറുത്തതും നീലയൊക്കെ ഇട്ടുകൊണ്ട് വന്നേന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ? ആട്ടെ, സാരമില്ല, കയറിയിരിക്കാൻ പറഞ്ഞു. അടുത്ത ദിവസവും കൊണ്ടുവന്നില്ല, യൂണിഫോം ഇട്ടിട്ടില്ല. ചോദിച്ചു, എന്താ കാര്യം? എന്തോ പറയാനാ സിസ്റ്റർ, ഞാൻ തേക്കാൻ ഉദ്ദേശിച്ചപ്പോൾ കറണ്ടില്ല. തേക്കാത്തത് ഇട്ടോട്ട് എങ്ങനെയാ വരുന്നത്? ഓ അങ്ങനെയാണോ? നീ തേച്ചാലേ ഇടത്തുള്ളൂ അല്ലേ? ആ മെത്തേഡ് അടിയിലോട്ട് അടുക്കി വെക്കാൻ വയ്യായിരുന്നു. നാളെ നോക്കാം, കറണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ ആട്ടെ. ഏതായാലും കൊള്ളാം. അന്നും ഇളവ് കൊടുത്തു. 3-ാം ദിവസം ഇവൾ വന്നിരിക്കുക, യൂണിഫോം ഇട്ടിട്ടില്ല. എന്തോ പറയാനാ മാഡം, വെളിയിൽ ഉണക്കാൻ ഇട്ടിരുന്നു, വെയിലും ഉണ്ടായിരുന്നു, പക്ഷേ 2-3 കാക്ക വന്ന് അതേലിരുന്ന് കാഷ്ടിച്ചിട്ട് പോയി. പിന്നോട്ട് അലക്കാനും ഉണങ്ങാനും നേരവും കിട്ടിയില്ല. ഔട്ട്. എന്തൊരു നോൺസെൻസാണ് നീ പറയുന്നത്? ദിവസം എത്ര യൂണിഫോം ഇടാതെ വന്നിരിക്കും? വല്ലതും മനസ്സിലാകുന്നുണ്ടോ ഈ മക്കളെ? സ്റ്റുഡൻറ്റിനുള്ള വ്യവസ്ഥ വേറെ, സ്റ്റുഡൻ്റ് ആകാനുള്ള വ്യവസ്ഥ വേറെ. സ്റ്റുഡൻ്റ് ആയിക്കഴിഞ്ഞിട്ട് വീഴ്ച പറ്റാം, പാളിച്ച പറ്റാം കേട്ടോ. ക്ഷമിക്കും, തമ്പുരാൻ ക്ഷമിക്കും. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും, കരുണ ലഭിക്കും. പക്ഷെ ഇത് തന്നെ തൊഴിലാക്കിയാൽ എങ്ങനെ ഇരിക്കും? നമുക്കൊക്കെ അറിയാം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ വളരുന്നതിൻ്റെ ഭാഗമായി എന്ത് ചെയ്യും? കമന്ന വീഴും, മുട്ട വലിയും, പിടിച്ചു നടക്കും, ഇങ്ങനെയൊക്കെ. അപ്പം പിടിച്ചു നടക്കാൻ തുടങ്ങിയപ്പോഴുണ്ട് ഈ കുഞ്ഞൊരു ദിവസം എന്ത് ചെയ്യുന്നു? എനിക്ക് കൈവിട്ട് നടക്കാൻ ഒക്കും എന്ന് വിചാരിച്ച് കൈവിട്ട് നടക്കാൻ തുടങ്ങി. 1 ചൂട് വെച്ച് 2 ചൂട് വെച്ച് ദാ കിടക്കുന്നു. വീണ് കിടക്കുന്ന കുഞ്ഞിനെ ഇങ്ങോട്ടെടുത്തിട്ട് അപ്പം പറയുമോ, നീയാണോടോ എൻ്റെ മോൻ വീണേക്കുന്നോ എന്ന് പറഞ്ഞ് അടി കൊടുക്കുമോ? ഇല്ല. പാവം കരയുന്ന കുഞ്ഞിനെ വാരിപ്പിടരൂ, അമ്മയും വാരിപ്പിടരൂ. അയ്യോ പപ്പ പിടിക്കാം, ബാഗുട്ട നടക്ക എന്ന് പറഞ്ഞ് കൈ പിടിച്ച് നടത്തും. കാര്യം എന്നാ? കുഞ്ഞാ, വീഴും. വീഴ്ച വളർച്ചയുടെ ഭാഗമാ. വളരുന്നതിനോടകം 20 പ്രാവശ്യം വീഴുമെന്നിരിക്കട്ടെ. ഓരോ പ്രാവശ്യവും തമ്പുരാൻ അപ്പൻ എണ്ണുന്നത് തിരിച്ച 20, 19, 18, 17, 16. ഒടുവിൽ വരും 5, 4, 3, 2, 1, 0. ഒരു ദിവസം വരും നീ പിന്നെ വീഴത്തില്ല കേട്ടോ. ഒരു ആത്മീയ ശിശു വളരുന്നതിൻ്റെ ഭാഗമായി വീണെന്നിരിക്കും കേട്ടോ. പക്ഷെ വയസ്സ് 15 ഇപ്പോഴും നീ വീഴുകയാണെങ്കിൽ പോളിയോയാ കേട്ടോ. വടിതരം കൊണ്ട് നടക്കും. നിനക്കെന്തോ സാരമായ തകരാറുണ്ട്. ഇച്ചിരി മദ്യം സേവിക്കാതെ നിനക്ക് ജീവിക്കാൻ കഴിയത്തില്ലെങ്കിൽ, പുകവലിക്കാതെ ജീവിക്കാൻ കഴിയത്തില്ലെങ്കിൽ, മ്ലേച്ഛമായ കാര്യങ്ങളിൽ ഏർപ്പെടാതെ താങ്കൾക്ക് ജീവിക്കാൻ കഴിയത്തില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാ. നീ വീണ്ടും ജനിച്ചവനെ അല്ല. എന്നാൽ ഒരു ആത്മീയൻ വീണെന്നിരിക്കും, പക്ഷേ അവന്റെ ആദ്യത്തെ പ്രതികരണം എന്താണെന്നറിയാമോ? അയ്യോ ഞാൻ വീണല്ലോ. പശ്ചാത്താപമാണ്, ഏറ്റുപറച്ചിലാണ്, ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കരച്ചിലാണ്. 2 മൃഗങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഒന്ന് ആട്, മറ്റൊന്ന് പന്നി. ഈ ആട് ഓടിപ്പോയ വഴിക്ക് തെന്നി. പാപത്തിൻ്റെ ഗ്രീക്കിലെ ഒരു പദത്തിൻ്റെ അർത്ഥം തെന്നുക എന്ന കേട്ടോ. തെന്നി ഒരു ചെളിക്കുഴിയിൽ വീണു. ഈ ആട് ഓടുന്ന് എഴുന്നേറ്റു, ചെന്ന് പാറയിലും തെങ്ങയിലും പ്ലാവയിലും എല്ലാം ദേഹമിട്ട് ഒരച്ചത് വൃത്തിയാകാം എന്നും പറഞ്ഞ് എന്ത് ചെയ്യുക? ശരീരം വൃത്തിയാക്കുക. അതിനെന്തൊരു ദുഃഖമാണെന്നറിയാമോ? ആടിൻ്റെ കണ്ണിലോട്ട് നോക്കിയാൽ നമുക്കറിയാം ഈ ആടിന് ഭയങ്കര വിഷമമാണ്. അതേസമയം മറ്റേ കക്ഷി എപ്പോഴും അവൻ്റെ പേരെങ്ങനെയാ പറയുന്നത്? ഈ പുള്ളി പോയപ്പോഴും തെന്നി ഇതിനകത്ത് വീണു. പുള്ളിയുടെ സന്തോഷമൊന്നും പറയണ്ട, ഇന്നലെ വീഴാൻ ഒത്തില്ലല്ലോ എന്നാ. ഇത്രയും നല്ല ചെളിക്കുഴി ഉണ്ടായിട്ട് ഞാൻ ഇപ്പോഴാണല്ലോ കണ്ടേന്നാ. കക്ഷി അവിടെ വീണെന്ന് തന്നെയല്ല, അവിടെ കിടന്ന് ഡാൻസ് കളിക്കുക. അവ വീഴുക മാത്രമല്ല, മറ്റുള്ളവരെ കൂടെ അവിടേക്ക് ആഹ്വാനം ചെയ്യും.
വീഴ്ചയിൽ തുടരും, വീഴ്ചയിൽ സന്തോഷിക്കും. അവന് പശ്ചാത്താപമില്ല, ഏറ്റുപറച്ചിലില്ല. ഇതൊരു ഗോൾഡൻ ചാൻസായി എന്നാ കാണുന്നത്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവം മകൻ എന്ന് പറയുന്ന, മകൾ എന്ന് പറയുന്ന നമുക്ക് വീഴ്ച സംഭവിക്കാം. പക്ഷെ വീഴ്ചയ്ക്കും പരിധിയുണ്ട്. വീഴുമ്പോഴുള്ള നമ്മുടെ പ്രതികരണം എന്താ? ഏറ്റുപറച്ചിലാണോ, പശ്ചാത്താപമാണോ, അനുതാപമാണോ, ക്ഷമായാചനയാണോ, അതോ അതിലും ഒരു ഗമണ്ഡാണോ? ഒരിക്കൽ ഒരു ശുശ്രൂഷകൻ, ഞാൻ ലജ്ജിക്കുന്ന അങ്ങനെ പറയുന്നത്, അദ്ദേഹങ്ങളോട് പറഞ്ഞു, ആ മനുഷ്യനോട് ഈ ജന്മത്തിൽ ക്ഷമിക്കുന്ന പ്രശ്നമില്ല. അയ്യോ, ഒരു പാസ്റ്റർ അങ്ങനെ പറയാമോ? ക്ഷമിക്കത്തില്ലെന്ന്. വാക്യം, കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചതിനകത്ത് എന്തോ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ, അതോ ക്ഷമിക്കാതിരിക്കുന്നത് പോലെ താൻ അല്ല, ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. പ്രാർത്ഥിക്കാൻ നമുക്ക് ഒക്കണമെങ്കിൽ പോലും ക്ഷമിച്ചേച്ചേ ഒക്കുകയുള്ളൂ. ഇതെന്തവാ? മുമ്പേ പറഞ്ഞ കക്ഷി ചെളിക്കുഴി കടന്ന് അതിൽ സന്തോഷിക്കുന്നത് പോലെ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, കയ്പ് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ഭിന്നത വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ഏറ്റുമുട്ടലിന്റെ സ്വഭാവം രക്തത്തിൽ അലിയാൻ പാടില്ല. ക്ഷമിക്കൂ, ക്ഷമിക്കൂ, ക്ഷമിക്കൂ. അതാണ് ദൈവം നിനക്ക് വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവാത്മാവ് ആരോടോ സംഭാഷിക്കുന്നു. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് തന്നെ കഴുകണമേ, ഹിമത്തേക്കാൾ ശുദ്ധനായി തീരുവാൻ. പ്രിയ ദൈവമക്കളെ, നമുക്ക് എത്ര തന്നെ പ്രാഗൽഭ്യമുണ്ടെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചെന്ന് പറഞ്ഞാലും, നാം സ്നാനപ്പെട്ടവർ, ആത്മസ്നാനം പ്രാപിച്ചവരാണെന്ന് പറഞ്ഞാലും, അത് വെളിപ്പെടേണ്ടത് ജീവിതം കൊണ്ടാ, ഏറ്റുമുട്ടലിൻ്റെ സ്വഭാവം കൊണ്ടല്ല, കയ്പ് നിലനിർത്തിക്കൊണ്ടല്ല, വൈരാഗ്യം നിലനിർത്തിക്കൊണ്ടല്ല. പകരം ക്ഷമിച്ചാണ് നമ്മൾ തെളിയിക്കേണ്ടത് നാം ദൈവമക്കളെന്ന്. വീഴ്ച വളർച്ചയുടെ ഭാഗമാ, പക്ഷേ വീണുകൊണ്ടേയിരിക്കാൻ അത് അനുവാദമല്ല, അനുവദിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ചിലർ വീഴുമ്പോൾ പിശാച് വന്ന് അടുത്തുകൂടും. എന്നിട്ട് പറയും, നിന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ല, വെറുതെ നീ ഈ പണിക്ക് എന്തിനാ പോയെ? വെറുതെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൈ ഉയർത്തി മുമ്പോട്ട് പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നീ സ്നാനപ്പെട്ടത് കേട്ടു. കുഞ്ഞ്, നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നടക്കുകയില്ല കുഞ്ഞെ. ഇവനും ഓർത്തു, നേരാന്നല്ലോ, ആർക്കും പറഞ്ഞൂടാ, പാഷക്ക് പറഞ്ഞൂടാ, സ്നാനപ്പെട്ടേച്ച് ഞാൻ ആ പരിപാടി ചെയ്തു. നേരാ, എന്നെ കൊണ്ട് ഇതൊക്കുകയില്ല. പ്രിയ സ്നേഹിതരെ, ഇത് പറഞ്ഞതാരാന്നറിയാമോ? ഇതെന്തുകൊണ്ടാ പറഞ്ഞെന്നറിയാമോ? ഒരിക്കലും പിശാച് ഒരു പാപിയോട് ചെന്ന് പറയത്തില്ല നീ പാപിയാണെന്ന്. അതറിയാമോ? നമ്മോട് ആരെങ്കിലും മന്ത്രിക്കുക, നീ പാപം ചെയ്തു, നീ അശുദ്ധിയ, നിന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ എന്ന് പറഞ്ഞാൽ അത് തന്നെയാ തെളിവ് നീ ദൈവമകനാണ്. ദൈവമകനെ മതി അവന്. പാപി പോകുന്ന വഴി പൊക്കോട്ടെ, അവൻ പോകുന്ന വഴി പോയാൽ മതി, എത്തേണ്ടിടത്ത് അവൻ എത്തിക്കോളൂ. എന്നാൽ സ്വർഗത്തിൽ പോകുവാൻ ദൈവത്തിൻ്റെ കാരുണ്യം ലഭിച്ച, ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ട എന്നെ നിന്നെ പിശാച് എന്ത് ചെയ്യിക്കുമെന്നറിയാമോ? മനപ്രയാസമുളവാക്കി, കുറ്റബോധത്തിൻ്റെ ആഴിയിൽ നമ്മൾ അങ്ങ് മുങ്ങിത്താഴുന്ന സ്ഥിതി ഉളവാക്കി, നമുക്കിനി ഇത് ഒക്കുകയില്ല എന്ന നിലയിൽ പിന്മാറി പോകുവാൻ അവൻ സമസ്ത പ്രയത്നവും ചെയ്യും. എന്നാൽ നിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വന്നെങ്കിൽ അത് തന്നെയാ തെളിവ് നീയും ഞാനും ദൈവമകനാ. നമുക്ക് ഓടിച്ചെന്ന പാദത്തിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിച്ച് യഥാസ്ഥാനപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് മുന്നേറുവാൻ കഴിയണം ദൈവമക്കളെ. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മളുടെ മസ്തിഷ്കത്തിൽ ജീവനുള്ള ഏകസത്യ ദൈവം, രക്ഷകനായ ദൈവം, വീണ്ടും വരുവാൻ നമ്മെ ചേർക്കുവാൻ പോകുന്ന ദൈവം ശ്രീ യേശു ക്രിസ്തുവാന്നുള്ള വിജ്ഞാനം മാത്രം പോരാ. ആ വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു ജീവിത ശൈലി ആവശ്യമാണ്. നമ്മുടെ കുറിവാക്യം മറക്കരുത്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. ഉണ്ടോ സ്നേഹിതരെ ഇതുപോലൊരു അവതാര പുരുഷൻ? ഉണ്ടോ സ്നേഹിതരെ ഇതുപോലൊരു പ്രവാചകൻ? ഉണ്ടോ സ്നേഹിതരെ ഇതുപോലൊരു രക്ഷകൻ? ലോകത്തിൽ അനേകം ദിവ്യാത്മാക്കൾ, പുണ്യാത്മാക്കൾ, രക്ഷകർ എന്നൊക്കെ പറയുന്നവർ വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ തന്നെ മനുഷ്യർ ദൈവങ്ങളാകാൻ ശ്രമിച്ചപ്പോൾ ഒരുവനേ ഉള്ളൂ ദൈവം മനുഷ്യനായി അവതരിച്ച് നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായത്. അത് ശ്രീ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്
ദൈവമകനായി ദൈവമകളായി വീണ്ടും ജനിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ യാത്രയിൽ നമുക്ക് വീഴ്ച സംഭവിക്കാം, ബലഹീനത സംഭവിക്കാം, നമ്മൾ ഇടറിപ്പോകാം. പക്ഷേ അത് നമ്മുടെ അന്തമല്ല, അവസാനമല്ല. അത് നമ്മളെ ദൈവം തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണ്. ഒരു വിശുദ്ധൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നേരാ, ഞാൻ ഇന്നും പെർഫെക്റ്റ് അല്ല, എനിക്ക് വീഴ്ചയുണ്ട്, എനിക്ക് ജീവിതത്തിൽ ബലഹീനതയുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ ഗ്യാരണ്ടി ഉണ്ട്, ഞാൻ കഴിഞ്ഞ വർഷത്തെ ആളല്ല ഈ വർഷം, ഞാൻ കഴിഞ്ഞ മാസത്തെ ആളല്ല ഈ മാസത്തിൽ. എനിക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട്, വ്യത്യാസം വന്നിട്ടുണ്ട്, രൂപാന്തരം വന്നിട്ടുണ്ട്. എൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രാഗൽഭ്യം നമ്മെ ഭരിക്കുന്നുണ്ടോ? കരമേർ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മൾ ഇന്നത്തെ ആളല്ല, ഇന്നലത്തെ ആളല്ല. ഒരു മാറ്റം, ഒരു വ്യത്യാസം, ഒരു ചേഞ്ച് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. രക്ഷയുടെ, രക്ഷാശാസ്ത്രത്തിൻ്റെ, സൊറ്റീരിയോളജിയുടെ മറ്റൊരു ആസ്പെക്റ്റൂടെ പറഞ്ഞ് ഞാൻ വിരമിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മറിയോട് ദൂതൻ ഇത് വന്ന് പറയുമ്പോൾ മറിയയ്ക്ക് സ്വാഭാവികമായ ഒരു സന്ദേഹമുണ്ടായി. ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? നേരാ, ഈ വീണ്ടും ജനനം, ഈ ആത്മീയ ജീവിതം, വിശുദ്ധ ജീവിതം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ ക്രിസ്തു ജാതനാകുന്നത് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാത്ത ഒരു സങ്കീർണത അതിനകത്തുണ്ട്. പക്ഷേ അത് ലളിതമാക്കി ദൂതൻ പറഞ്ഞു കേട്ടോ. ആർക്കും മനസ്സിലാകുന്ന പോലെ ദൂതൻ പറഞ്ഞു. ദൂതൻ എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. എൻ്റെയും നിൻ്റെയും രക്ഷയ്ക്ക് കാരണമാകുന്ന ഘടകം വിജ്ഞാനമല്ല കേട്ടോ, ജനിച്ച വീടല്ല കേട്ടോ. പകരം ഒരുവൻ ദൈവമകനാകുന്നതിന് അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മെ സന്ദർശിക്കുന്നതാണ്. തിരുവചനം പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ യേശുവിനെ കർത്താവെന്ന് നമ്മൾ ഏറ്റുപറയുവാൻ കാരണമായ ഘടകം പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്തോ ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? അവൻ വരുമ്പോൾ ലോകത്തിന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. അപ്പോൾ ഒരു ഭാവി മാനസാന്തരപ്പെടത്തക്കവണ്ണം പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ വന്ന് ഈ ക്രിയ ചെയ്യുന്നത്. ഒരു സുവിശേഷകൻ നമ്മുടെ വീട്ടിൽ കയറുന്നതിന് മുൻപേ, ഒരു ട്രാക്റ്റ് നമ്മൾ വായിക്കുന്നതിന് മുൻപേ, ഒരു TV പ്രക്ഷേപണം നമ്മൾ കാണുന്നതിന് മുൻപേ നമ്മെ സന്ദർശിച്ചത് ആരാന്നറിയാമോ? ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. പ്രിയ സഹോദര സഹോദരി, നീ ഓഫീസിലിരിക്കുമ്പോൾ, നീ ഭവനത്തിലായിരിക്കുമ്പോൾ, നീ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, നീ ആ ഓഫീസ് വർക്ക് വീട്ടിലിരുന്ന് സ്റ്റേ ഹോമായിട്ട് ജോലി ചെയ്യുമ്പോൾ അന്തരംഗത്തിലെ ജ്വലിക്കുന്ന ജ്വലനമുണ്ടല്ലോ, ദൈവമകനാകണം, ദൈവമകളാകണം, വചനപ്രകാരം ജീവിക്കണമെന്നൊക്കെയുള്ള ആ പ്രേരണ, ആ ഉത്സാഹം, ആ ആവശ്യബോധം, അതാര് തരുന്നതെന്നറിയാമോ? IPC തരുന്നതല്ല, പാസ്റ്റേഴ്സ് തരുന്നതല്ല, പെന്തക്കോസ്തുകാർ തരുന്നതല്ല, വൈദികർ തരുന്നതല്ല, ദൈവം തരുന്നതാ. പരിശുദ്ധാത്മാവാൻ ദൈവം. പേരെന്തുമായിക്കൊള്ളട്ടെ, ഉണ്ണികൃഷ്ണനെന്നോ, ബാലാമണിയമ്മയെന്നോ, ഐഷിയെന്നോ, പ്രീതിയെന്നോ, എന്തുമായിക്കൊള്ളട്ടെ, നിനക്ക് ഈ ഉള്ളിലെ പ്രേരണ തരുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവാ കേട്ടോ, മറ്റാരുമല്ല. പോരാ, ഇങ്ങനെയും കൂടെ ദൂതൻ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ. അതെന്തുവാ? അതിനും വേദപുസ്തകം ഉത്തരം നൽകുന്നുണ്ട്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകും. യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ പുൽക്കൂടിൻ്റെ കാര്യം എഴുതിയില്ല, വിദ്വാൻമാരുടെ കാര്യം എഴുതിയില്ല, ഇടയന്മാരുടെ കാര്യം എഴുതിയില്ല, നക്ഷത്രത്തിൻ്റെ കാര്യം എഴുതിയില്ല. പകരം യവനന്മാർക്ക് വേണ്ടി, വിജ്ഞാനികൾക്ക് വേണ്ടി താൻ സുവിശേഷം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ രണ്ടാമതായി അത്യുന്നതന്റെ ശക്തി എന്ന് പറയുന്നത് ഒരു ജനനം, ഒരു ആത്മാവ് അന്തരംഗത്തിൽ ഉളവാകത്തക്കവണ്ണം ക്രിയ ചെയ്യുന്ന ഘടകം മറ്റൊന്നുമല്ല, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ ദൈവത്തിന്റെ വചനമാണ്. ഒരു പാസ്റ്റർ വന്ന് താങ്കളോടൊന്നും പറയാതെ ആ വീട്ടിലിരിക്കുന്ന വേദപുസ്തകം ഒന്ന് തുറന്നാൽ മതി, അത് നിന്നെ കടന്നു പിടിക്കുന്നില്ലേ? സ്തോത്രം. ആ വചനം താങ്കളോട്
നമ്മളോട് സംസാരിക്കുന്നില്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവും ദൈവവചനവുമാണ് നമ്മുടെ വീണ്ടും ജനനത്തിന്, നമ്മുടെ മാനസാന്തരത്തിന്, നമ്മൾ ദൈവത്തിന്റെ മകനോ മകളോ ഒക്കെ ആകുന്നതിന് കാരണമാകുന്ന ഘടകം. രാത്രി ഈ കൺവെൻഷൻ വെറും ഉപാധിയാണ് കേട്ടോ. ചിലർക്കൊരു ചിന്തയുണ്ട്, എനിക്ക് രക്ഷിക്കപ്പെടണമെന്നുണ്ട്, പക്ഷെ ഇവരുടെ കൂടെ എങ്ങനെയാ കൂടുന്നത്? ഇവിടെ ആരും ആരുടെയും കൂടെ കൂടുന്നില്ല കേട്ടോ. ഈ കർത്താവിനോടുകൂടാ കൂടുന്നത്. കർത്താവിനോടുകൂടെ കൂടുമ്പോൾ ആഫ്രിക്കയിൽ നിന്റെ കൂടപ്പിറപ്പുണ്ട്, യൂറോപ്പിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, US-ലുണ്ട്, ഈ ആറാമടയിലും ഉണ്ട് നിന്റെ കൂടപ്പിറപ്പ്. പ്രൈസ് ഗോഡ്. അപ്പോൾ അത്യുന്നതന്റെ ശക്തി, ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവ്, ഇവ രണ്ടും കൂടെ ക്രിയ ചെയ്യും. പക്ഷെ ക്രിയ ചെയ്തത് കൊണ്ട് മാത്രമായില്ല കേട്ടോ. മൂന്നാമതൊരു കാര്യം കൂടെ നടക്കണം. 1-ാം അധ്യായം 38-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. കറക്റ്റ് ടൈമിങ് പറയാൻ പോകുക കേട്ടോ. നമുക്കറിയാം ഓരോ ജനനവും സംഭവിക്കുമ്പോൾ, ജനിച്ചെന്ന് പറയുന്നത് നമ്മൾ പ്രസവിച്ച ദിവസത്തെക്കുറിച്ച്, പക്ഷെ ആൾ അതിനു മുമ്പേ ഉണ്ടല്ലോ അല്ലേ? 9 മാസം ഒരിടത്തുണ്ടായിരുന്നല്ലോ, ഇടിക്കുമായിരുന്നല്ലോ. ആ വയറ് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ മുഴച്ചൊക്കെ വരുമായിരുന്നല്ലോ അല്ലേ? അകത്ത് ഗുസ്തി പിടിച്ചിരുന്ന ഒരാളുണ്ടല്ലോ, അകത്ത് ഓൾറെഡി ആളുണ്ട് എന്നതുപോലെ ആ ആൾ എപ്പോഴാ വന്നത്, എപ്പോഴാ ഉണ്ടായത് പറയാമോ? ആർക്കും കണ്ടുപിടിക്കുവാൻ സാധ്യമല്ല. ആർക്കും അത് ഇന്നപ്പോഴാണെന്ന് പറയാൻ ഒക്കത്തില്ല. എന്നാൽ ഞാൻ പറയാം എപ്പോഴാന്ന്. ഇത് രണ്ടും കൂടെ ക്രിയ ചെയ്തും എന്ന് ദൂതൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറിയ ഒരൊറ്റ പറച്ചില്ല. 1-ാം അധ്യായം 38-ാം വാക്യം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്കു ഭാവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ച ആ നിമിഷത്തിൽ ദൈവമകളാ, ദൈവമകനാ ഉള്ളിൽ ഉരുവാകുക ക്രിസ്തു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവം തന്ന ആത്മാവ്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവാ. മറിയയുടെ വയറ്റിലാണ് ഇതൊക്കെ നടന്നതെങ്കിൽ നമ്മുടെ ഹൃദയത്തിലാണ് ഇത് നടക്കുന്നത്. സ്തോത്രം. ഹൃദയ അന്തർഭാഗത്ത് ആ വലിയ മാറ്റമുണ്ടാക്കി, ചലനമുണ്ടാക്കി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മിൽ വിട്ട് ക്രിസ്തുവിന്റെ ആത്മാവിനെ നമ്മുടെ അന്തരംഗത്തിൽ അയച്ച് ദൈവത്തിന്റെ പുത്രന്മാരാകുവാൻ ദൈവം നമുക്കിട വരുത്തുകയാണ്. ചിലർക്കൊക്കെ ഒരു സന്ദേഹമുണ്ട്, എന്തുവാ ജനനമെന്ന്? മരണം എന്തുവാണെന്ന് ഡിഫൈൻ ചെയ്താൽ മതി, ജനനം എന്തുവാണെന്ന് മനസ്സിലാക്കാൻ. മരണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൾ അപ്രത്യക്ഷമാകുമെന്നോ? അല്ല, കക്ഷി അവിടെ തന്നെ ഉണ്ട്. പക്ഷേ എന്തു പോയി? ആത്മാവ് വേർപെട്ടു ശരീരത്തിൽ നിന്ന്. അപ്പോൾ ജനനമെന്ന് പറയുന്ന ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്ന, പിണ്ണാകാരത്തിൽ പ്രവേശിക്കുന്ന, ഭ്രൂണത്തിൽ പ്രവേശിക്കുന്ന, അതാണ് ഏത് ജനനം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജനനം എപ്പോഴാണ് സംഭവിച്ചതെന്നറിയാമോ? നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണം ഒരാത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ അയച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പുത്രന്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നു, നമ്മുടെ ഉള്ളിൽ. കേൾക്കണേ, മറിയയുടെ വയറ്റിനകത്ത് ആ മാംസപിണ്ഡത്തിൽ ചെന്ന ആത്മാവ് ദൈവം തമ്പുരാൻ എവിടോട്ട് അയച്ചെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാം? അപ്പാ പിതാവേ എന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ കൂടപ്പറപ്പ്, ഇനി അമാന്തിക്കരുത്. ഇതുവരെ ഏത് പേരിൽ വിളിച്ചെങ്കിലും ദൈവത്തിന് അത് അറിയണ്ട. നിന്റെ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. ഇന്ന് രാത്രി നീ അറിഞ്ഞ സത്യത്തിന്റെ വെളിച്ചത്തിൽ ഒരു സ്റ്റാൻഡ് എടുക്കുമോ? നെഞ്ചും നെറ്റിയും കാണിച്ച് നട്ടലോടുകൂടെ ഞാൻ ജീവിക്കും യേശുവിനായി, ഞാൻ എൻ്റെ ജീവിതം കർത്താവിനായി സമർപ്പിക്കുന്നു, എനിക്ക് പാപമോചനം തരുവാന് അർഹതയുള്ള, അവകാശമുള്ള, അധികാരമുള്ള, പ്രായശ്ചിത്തമായി എനിക്ക് പകരം മരിച്ചവൻ ഒരുവനേ ഉള്ളെന്ന് ഞാൻ അറിയുന്നു. അത് ശ്രീ യേശു ക്രിസ്തുവാണ്. ഞാൻ ആ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് എത്ര പേര് തീരുമാനിക്കും? നീ പെന്തക്കോസ്തിലായതുകൊണ്ട് അത് ഒഴിവാക്കാൻ ഒക്കുകയില്ല. പാസ്റ്ററുടെ മകനോ മകളോ ആയതുകൊണ്ട് അത് ഒഴിവാക്കുവാൻ ഒക്കുകയില്ല. ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട്, ക്രിസ്തീയ സമുദായത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട്, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നത് കൊണ്ട് ഒഴിവാക്കാവുന്നതല്ല. ഇത് ഒരു തീരുമാനം, ഒരു സമർപ്പണം. എത്ര പേര് കൈക്കൊള്ളും?